നമസ്കാരം. ഈ എസൻഷ്യ 2025 എന്നെ ക്ഷണിച്ചതിനും എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിനും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മൾക്ക് തുടങ്ങാം. എൻ്റെ വിഷയം ആരുടെ വിളകൾ എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് കൃഷി ചെയ്യുന്ന വിളകൾ, നമ്മൾ ഇന്ത്യയിലായാലും ഓരോ രാജ്യങ്ങളിലും കൃഷി ചെയ്യുന്ന വിളകൾ ആരുടേതാണ് എന്നുള്ളതാണ്. 1986 ഞാൻ ഫൈനൽ ഇയർ BSc അഗ്രികൾച്ചറിന് പഠിക്കുമ്പോൾ അന്ന് ഇല്ലസ്ട്രേറ്റഡ് വീക്ക്ലി ഓഫ് ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പിക്കുന്ന ഒരു ലേഖനം പ്രത്യക്ഷപ്പെട്ടു. ക്ലോഡ് അൽവാരിസിൻ്റെതാണ്. അദ്ദേഹം അറിയപ്പെടുന്ന പ്രകൃതി തീവ്രവാദിയായിട്ടുള്ള ഒരാളാണ്, ഞാനങ്ങനെ വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ലേഖനം ഇല്ലസ്ട്രേറ്റഡ് വീക്ക്ലി ഓഫ് ഇന്ത്യയിൽ വന്നു. അതായത് എക്സ്പോസസ് എ ഷോക്കിംഗ് സ്റ്റോറി ഓഫ് ജനറ്റിക് പൈറസി, ജനിതക കൊള്ള. അത് നടത്തിയത് മറ്റാരുമല്ല, ഡോക്ടർ MS സ്വാമിനാഥൻ. അദ്ദേഹമാണ് ആ ജനിതക കൊള്ള നടത്തിയിട്ടുള്ളത് എന്നാണ് അതിൽ ആരോപിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, അതിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ സ്വാമിനാഥൻ ഇന്ത്യയിലെ ഏറ്റവും ശാസ്ത്ര ഗവേഷണ രംഗത്ത്, കാർഷിക ശാസ്ത്ര ഗവേഷണ രംഗത്ത് ഏറ്റവും ഉയർന്ന പൊസിഷനിൽ നിൽക്കുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ അതിൻ്റെ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്ന കാലത്ത് ഇന്ത്യയിൽ നിന്നും കൂറുമാറിക്കൊണ്ട് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രത്തിലേക്ക് പോയി എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ആരോപണമാണ് അന്ന് ക്ലോഡ് അൽവാരിസ് അന്ന് ഉന്നയിച്ചത്. അതായത് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം, ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യയിലെ നെല്ലിനങ്ങളുടെ ജനിതകം കൊള്ള ചെയ്തെടുത്തിട്ടാണ് പുതിയ നെല്ലിനങ്ങൾ ഉണ്ടാക്കി. നേരായ വഴിക്ക് ചോദിച്ചു വാങ്ങിച്ചതല്ല. ഈ ജനിതകം ഉപയോഗിച്ചതിന് ഇന്ത്യയിലെ കൃഷിക്കാർക്ക് അതിൻ്റെ കോമ്പൻസേഷൻ കൊടുത്തില്ല. കാരണം ഇന്ത്യയുടേതാണല്ലോ, ഈ നെല്ലുവിത്ത് മുഴുവൻ ഇന്ത്യയുടേതാണ്. അതിന് വേണ്ട രീതിയിലുള്ള കോമ്പൻസേഷൻ കൊടുത്തിട്ടില്ല. ഇന്ത്യയിലെ കൃഷിക്കാർക്ക് അതിനുള്ള അംഗീകാരം കൊടുത്തിട്ടില്ല. ഇന്ത്യയിലെ കൃഷിക്കാരുടെ അറിവോ അംഗീകാരമോ ഇല്ലാതെയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ആരോപണമാണ് ആ ലേഖനത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം. അത് 1960 റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ്റെ ധനസഹായത്തോടുകൂടെ സ്ഥാപിതമായതാണ്. അന്ന് പറഞ്ഞിരുന്നത് നെല്ലിൻ്റെ ഗവേഷണം ആര് നിയന്ത്രിക്കുന്നുവോ അവർ ഏഷ്യയെ നിയന്ത്രിക്കും എന്നുള്ളതാണ്. കാരണം അന്ന് 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണിയുടെ കാലമാണ്, ആവശ്യത്തിന് ഉൽപ്പാദനം ഇല്ലാത്ത കാലമാണ്. അപ്പം നെല്ല് ഗവേഷണം നിയന്ത്രിച്ച് അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളുടെ നിയന്ത്രണം ആരുടെ കയ്യിലാണോ വരുന്നത് അവരാണ് ഏഷ്യയെ മൊത്തം നിയന്ത്രിക്കുക. അപ്പം അങ്ങനെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു രംഗത്തേക്കാണ് അമേരിക്കൻ സാമ്രാജ്യത്വം വന്നിരിക്കുന്നത് എന്നുള്ളത്. കാരണം റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഒരു കയ്യാളാണ്. അപ്പം അങ്ങനെ ആണിത് വന്നിരിക്കുന്നത് എന്നൊക്കെയുള്ള കോൺസ്പിറസി തിയറികളാണ് അന്ന് അതിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതങ്ങനെ ഒരു വശത്ത് നടക്കെ, മറുവശത്ത് ഡോക്ടർ റിച്ചാറിയ എന്ന് പറഞ്ഞിട്ടുള്ള റൈസ് ബ്രീഡർ, അദ്ദേഹം സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കട്ടക്ക്, CRRI കട്ടക്കിൻ്റെ ഹെഡായിരുന്നു. അദ്ദേഹം ഒരു ആർഗ്യുമെന്റ് മുമ്പോട്ട് വെച്ചു. അതായത് ഇന്ത്യയിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നെല്ലിനങ്ങളുടെ ജനിതക വൈവിധ്യമുള്ള രാജ്യം ഇന്ത്യയാണ്. കാരണം സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ് നെല്ലുണ്ടായിട്ടുള്ളത്, ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വൈവിധ്യം ഈ ഭാഗത്താണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെയാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാടൻ ഇനങ്ങളുടെ ജനിതകം മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ, വിദേശ ജീനുകളെ ആശ്രയിക്കാതെ നമുക്ക് ഉൽപാദന വർധനവ് സാധിക്കും. അവിടെ രാസവളങ്ങളുടെയോ കീടനാശിനികളുടെയോ ഉപയോഗമില്ലാതെ തന്നെ അതിൻ്റെ ഉപയോഗം വലിയ തോതിലുള്ള ഒരു പാരിസ്ഥിതിക തകർച്ചയാണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആരോഗ്യത്തിൽ അടക്കമുള്ള തകർച്ചയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊക്കെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് നടത്താം. പക്ഷേ അതിനൊന്നും അവിടെ അവസരം കിട്ടിയിട്ടില്ല. അതുകൂടാതെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ നെല്ലിനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു വലിയ ഭീഷണിയുണ്ട്. ആ ഭീഷണി എന്താണ്? വൈറസ് രോഗങ്ങളാണ്. തുങ്ക്രു വൈറസ്, യെല്ലോ ഡ്വാർഫ് വൈറസ് എന്നൊക്കെ പറഞ്ഞാൽ പലതരം വൈറസ് രോഗങ്ങളുണ്ട്. അത് ആദ്യം തന്നെ ചെടിയിൽ കണ്ടാൽ മനസ്സിലാകണമെന്നുമില്ല. ഇവിടെ എത്തിയിട്ട് നമ്മളത് വർദ്ധിപ്പിച്ചിട്ട് കൊടുക്കുമ്പോൾ രാജ്യം മുഴുവൻ ഈ വൈറസ് രോഗങ്ങൾ പടരാം. അങ്ങനെ വലിയൊരു ഭീഷണി കൂടിയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ വിദേശ നെല്ലിനങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാടില്ല. ഇന്ത്യയിലെ ഇനങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മളത് ശ്രമിക്കേണ്ടത് എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റ്. അപ്പോൾ ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
പിന്നെ ഈ ഡോക്ടർ ഇച്ചാറിയെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം മധ്യപ്രദേശിൽ ഹോഷങ്കാബാദിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള 20,000 നെൽവിത്തിനങ്ങൾ മുഴുവൻ തന്നെ അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കൂടെ നിന്നതിൻ്റെ പേരിലാണ് സ്വാമിനാഥന് ഇറിയുടെ ഹെഡ്ഷിപ്പ് കിട്ടിയത്. അതിൻ്റെ പിന്നെ ഹെഡായിട്ട് അദ്ദേഹം മാറിയത്. ആ ഒരു ട്രേഡ് ഓഫ് ആണ് അവിടെ നടന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ കാര്യങ്ങൾ മുഴുവൻ നടത്തുന്നത്. ആ സാമ്രാജ്യത്വത്തിന് കൂട്ടു നിൽക്കുകയാണ് സ്വാമിനാഥനെ പോലുള്ള ആൾക്കാർ ചെയ്യുന്നത് എന്നുള്ള അതിഭയങ്കരമായിട്ടുള്ള ആർഗ്യുമെൻ്റാണ് അന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. സ്വാമിനാഥൻ അതിന് മറുപടി പറഞ്ഞു. പക്ഷേ എന്നാലും എന്തൊക്കെ മറുപടി പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ദുഷ്പേര് അവിടെ നിന്നു തന്നെ പറയാം. അത് അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള കാലഘട്ടങ്ങളിലും അതിൻ്റെ ഒരു ടാർണിഷ്ഡ് ഇമേജ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചില രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഇടയിൽ സ്വാമിനാഥനെ അംഗീകരിക്കാൻ വലിയ വിമുഖത ഉണ്ടായിരുന്നു. നമ്മുടെ ഇനങ്ങളാണ് വലുത്, വിദേശ ഇനങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്ന, ഇന്ത്യയിലാണ് എല്ലാം ഉള്ളത് എന്ന് പറയുന്ന ചില ചിന്താഗതിക്കാരുടെ ഇടയിൽ. അതുകൂടാതെ അന്നുണ്ടായിരുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1980-കളാണെന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ വികസ്വര അവികസിത രാജ്യങ്ങൾ, അതായത് ഗ്ലോബൽ സൗത്ത്, നമ്മുടെ ദക്ഷിണാർദ്ധ അർദ്ധഗോളത്തിലുള്ള പൊതുവേ ദരിദ്രരായിട്ടുള്ള ജനങ്ങൾ വസിക്കുന്ന രാജ്യങ്ങളിലാണ് ഈ വിളകളുടെ മുഴുവൻ വൈവിധ്യവും ഉള്ളത്. നമ്മുടെ എല്ലാ രാജ്യങ്ങളും നെല്ലിൻ്റെയും ബാക്കിയുള്ള വിളകളുടെയും വൈവിധ്യം മുഴുവനുള്ളത് ഈ രാജ്യങ്ങളിലാണ്. പക്ഷെ അതിനെ കൊണ്ട് ഉപയോഗിക്കുന്നത് ആരാണ്? എല്ലാം വികസിത മുതലാളിത്ത രാജ്യങ്ങളാണ്. അതിൻ്റെ ഉപയോഗം മുഴുവൻ പ്രത്യേകിച്ച് ബയോടെക്നോളജി വഴി ഇതിനെ മൊത്തം നിയന്ത്രിക്കാനും ഇതിൽ നിന്നുള്ള ലാഭം മുഴുവൻ ഈ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിന് കിട്ടാനും ഉള്ളൊരു സാധ്യത വലിയതാണ്. അതുകൊണ്ട് ഈ നമ്മുടെ ഇനങ്ങളെ മുഴുവൻ നമ്മൾ സംരക്ഷിക്കണം. ഒരാൾക്കും കൊടുക്കരുത്. അത് നമ്മുടെ മാത്രം സ്വത്താണ്. അത് ഒരാൾക്കും നമ്മൾ കൊടുക്കരുത്. അതിൽ നിന്ന് വരുന്ന എല്ലാവിധ ഇതും നമ്മൾക്ക് കിട്ടണം എന്നുള്ളതാണ് അന്നേരം ഉണ്ടായിരുന്ന വേറൊരു ആർഗ്യുമെന്റ്. അതുകൂടാതെയോ നമ്മുടെ നാട്ടുവൈദ്യം അമൂല്യമാണ്. അതിലുള്ള ചില പ്രിപ്പറേഷൻസ് ലോകത്ത് എവിടെയുമില്ല. നമ്മൾ പച്ചമരുന്നുകൾ ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. പച്ചമരുന്നുകളായാലും നമ്മുടെ കാർഷിക സാങ്കേതിക വിദ്യകൾ, നാടൻ കാർഷിക സാങ്കേതിക വിദ്യകൾ വളരെ വളരെ അമൂല്യമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. അതുകൂടാതെ മൃഗവൈദ്യം, വെറ്റിനറി മെഡിസിൻ, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതിലൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ വലിയ തോതിൽ ഭാവിയിലേക്ക് മരുന്നുകളായിട്ടും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അത് കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള വസ്തുക്കളായി മാറിയേക്കാം എന്നുള്ളതാണ് അന്നുണ്ടായിരുന്ന വേറൊരു ആർഗ്യുമെന്റ്. കാരണം ബയോടെക്നോളജീനെ കൊണ്ട് ഒരുപാട് സാധ്യതകളുണ്ട്. അന്നേരമാണ് മെർക്ക് എന്ന് പറയുന്ന അന്താരാഷ്ട്ര ഡ്രഗ് ജയന്റ് അവര് മെക്സിക്കോയിലെയും അതുമാതിരിയുള്ള സൗത്ത് അമേരിക്കയിലുള്ള കാടുകളിലേക്കൊക്കെ പോയിട്ട് അവിടെ നിന്ന് കീടങ്ങളെയും ചെടികളെയും ഒക്കെ കൊണ്ടുവന്നിട്ട് ബയോ പ്രോസ്പെക്റ്റിംഗ് എന്നാണ് ഇതിന് പറയുക. അതിൽ നിന്നുള്ള മോളിക്യൂൾസ് എടുത്തുകൊണ്ട് രോഗങ്ങൾക്ക് മരുന്നായിട്ടും ഒക്കെ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ആ സമയത്ത് അതൊക്കെ വളരെ വളരെ അമൂല്യമാണ്. ഇതൊന്നും ഒരാൾക്കും കൊടുക്കരുത് എന്നുള്ള നിലപാടാണ് പൊതുവെ അന്ന് സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ഉടമ്പടി, കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി വരുന്നത്. ഈ ജൈവ വൈവിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് മുഴുവൻ കാത്തുസൂക്ഷിക്കേണ്ടതാണ് എന്ന് മാത്രമല്ല, അതിൻ്റെ ബെനഫിറ്റ് മുഴുവൻ ആ കാത്തുസൂക്ഷിക്കുന്ന ജനസമൂഹത്തിന് കൊടുക്കേണ്ടതാണ്. ഇപ്പം ആരോഗ്യ പച്ച കാത്തുസൂക്ഷിച്ചത് മുഴുവൻ അഗസ്ത്യാർകൂടത്തിലെ കാണികൾ എന്ന് പറയുന്ന ട്രൈബാണ്. ആ കാണികൾക്ക് അതിൻ്റെ ഗുണം കിട്ടണം, രാജ്യത്തിന് ഗുണം കിട്ടണം, ഗവേഷകർക്ക് ഗുണം കിട്ടണം, അതേസമയം കാണികൾക്കും കൂടെ ഗുണം കിട്ടണം. ആ രീതിയിൽ ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിങ് അതുണ്ടായിരിക്കണം എന്നാണ് ഈ ജൈവ വൈവിധ്യ ഉടമ്പടിയിൽ പറയുന്നത്. പിന്നെ കൂടാണ്ട് ഈ ജൈവ വൈവിധ്യം മുഴുവൻ വളരെ സസ്റ്റൈനബിളായിട്ട് സുസ്ഥിരമായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കണം. ഈ നെഗോസിയേഷനൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ട് 1992 റയോഡോ ജനറയിൽ വച്ചിട്ടുള്ള എർത്ത് സമ്മിറ്റിൽ വെച്ചിട്ടാണ് ഈ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ഉടമ്പടി അംഗീകരിച്ചത്. ഇന്ന് അതിൽ ഏകദേശം 196 ഏകദേശം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഈ ഉടമ്പടിയിൽ അംഗങ്ങളാണ്. ഈ കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി അഥവാ CBDയിൽ അംഗങ്ങളാണ്. അപ്പോൾ ഈ ഒരു ആർഗ്യുമെൻ്റാണ് അന്ന് അവിടെ നിലവിലുണ്ടായിരുന്നത്. ഇനി നമ്മൾക്ക്
ഇതിൻ്റെ വസ്തുതകൾ ഒന്ന് പരിശോധിക്കുക. എന്താണ് യഥാർത്ഥ വസ്തുതകൾ എന്നുള്ളത്? നമ്മുടെ നെല്ല് ഗവേഷണത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ 1934 ഒരു ബംഗ്ലാദേശിൽ, ഇന്നത്തെ ബംഗ്ലാദേശിൽ ഒരു ചെറിയ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത്. 41 പട്ടാമ്പിയിലെ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടു. അതുമാതിരി പിന്നെ 43 ബംഗാൾ ഫാമിൻ, ഏകദേശം 30 ലക്ഷം പേരാണ് ബംഗാൾ ക്ഷാമത്തിൽ മരിച്ചത്. അതുകൊണ്ട് തന്നെ പിന്നെ കൂടുതൽ നെല്ല് ഗവേഷണത്തിന് ഒരു പിന്നെ ഊന്നൽ കൊടുക്കണമെന്ന് അന്നേരമുള്ള സർക്കാരിന് തോന്നി. അതിനുശേഷം ഒരുപാട് സ്ഥലങ്ങൾ വന്നു. 46 സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കട്ടക്കിലുള്ള പിന്നെ കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടു. 1960 ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പറഞ്ഞ ഫിലിപ്പൈൻസിൽ സ്ഥാപിക്കപ്പെട്ടു. 1965 ഓൾ ഇന്ത്യ കോഓർഡിനേറ്റഡ് റിസർച്ച് പ്രോജക്റ്റ് ഓൺ റൈസ് വരുന്നത്. അതായത് ഇന്ത്യയിലുള്ള പലവിധ ഗവേഷണ കേന്ദ്രങ്ങളിൽ, പല അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിൽ ഒക്കെയുള്ള നെല്ല് ഗവേഷണത്തെയൊക്കെ മുഴുവൻ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഓൾ ഇന്ത്യ കോഓർഡിനേറ്റഡ് പ്രോജക്റ്റ് വരുന്നത് 1965. അപ്പോൾ വലിയ ശ്രദ്ധയാണ് നെല്ല് ഗവേഷണത്തിന് ആദ്യകാലത്ത് ഇന്ത്യയിൽ കൊടുത്തിരുന്നത്. കാരണം നമ്മുടെ സ്റ്റേപ്പിൾ ഫുഡ് ആണല്ലോ അത്. അതിൻ്റെ ഫലം നിങ്ങൾ നോക്കണം. അത് ഈ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ റെക്കോർഡ് പ്രൊഡക്ഷൻ. ഓരോ വർഷവും നമ്മൾക്ക് നെല്ലിൽ റെക്കോർഡ് ഉൽപ്പാദനമാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഓരോ വർഷവും റെക്കോർഡാണ്. നെല്ലിൻ്റെ ഏരിയ, ആ നീല വരയിൽ കാണുന്ന നെല്ലിൻ്റെ ഏരിയയാണ്. ഏരിയയിൽ വലിയ വ്യത്യാസമില്ല. കാരണം പുതിയതായിട്ട് നെൽപ്പാടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതകൾ വളരെ കുറവാണ്. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഉൽപാദനക്ഷമതയിലും ഉൽപാദനത്തിലും വലിയ കുതിച്ചു ചാട്ടം നമ്മൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. 1987 നമ്മൾ നെല്ല് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് മാറി. എല്ലാ രാജ്യങ്ങളിലും പോയിട്ട് ഒരല്പം ഗോതമ്പ് തരണേ, ഒരല്പം അരി തരണേ എന്ന് പിച്ച ചോദിച്ചിരുന്ന ഒരു രാജ്യം 87 അരി എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആലോചിച്ചാൽ അത്ര ചെറിയൊരു പീരീഡിൽ നമ്മൾക്ക് വലിയ തോതിലുള്ള മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. എങ്ങനെയാണ് സാധിച്ചത്? 58 നമ്മൾ പിന്നെ പാട്ടിലൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് അതൊരു യാഥാർത്ഥ്യം അല്ലെങ്കിലും മിറാക്കിൾ സീഡ്, അത്ഭുത വിത്ത് എന്നാണ് 58 വന്ന കാലത്ത് അറിയപ്പെട്ടിരുന്നത്. അതുവരെ 1951 പിന്നെ റൈസ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ട് സഹദേവൻ എന്ന് പറഞ്ഞ ആൾ എഴുതിയ പുസ്തകം പരിശോധിച്ചാൽ നമ്മുടെ ഉൽപാദനക്ഷമത എത്രയായിരുന്നു എന്നറിയോ? ഒരു ഹെക്ടറിന് 600 കിലോഗ്രാം ആയിരുന്നു. 58 വന്നതിനോട് കൂടിയിട്ട് അത് 5-6 ടണ്ണായിട്ട് മാറി. ചെറിയ വ്യത്യാസമൊന്നുമല്ല, അത്രക്ക് പൊലിഞ്ഞ് വളഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. അങ്ങനെ പിന്നെ വലിയ തോതിലുള്ള വ്യത്യാസമാണ് 58 കൊണ്ടുവന്നത്. 58ൻ്റെ പാരൻസ് ആരൊക്കെയായിരുന്നു? പേട്ട എന്ന് പറയുന്ന നീളത്തിലുള്ള വെറൈറ്റി പേട്ട. അതുകൂടാതെ DG ഊജൻ എന്ന് പറയുന്ന ഒരു കുള്ളൻ വെറൈറ്റി. ആ കുള്ളൻ വെറൈറ്റി തായ്വാൻ്റെ വെറൈറ്റിയാണ്. അത് രണ്ടും കൂടെ ക്രോസ് ചെയ്തിട്ട് 8ാമത്തെ ലൈനിൽ പല ലൈനുകളായിട്ടാണ് എൻ്റെ വിത്തുകൾ വിതക്കുന്നത്. ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വിത്തുകൾ ഉണ്ടാവുന്നത്. അതിൻ്റെ 8ാമത്തെ ലൈനിൽ വിതച്ച ആ ഒരു ഇതാണ് IR8 എന്നുള്ള പേര് വന്നത്. ആ IR8 പിന്നീട് ഡെവലപ്പ് ചെയ്തിട്ട് ലോകമെങ്ങും അത് പരന്നു വലിയ തോതിലുള്ള ഉൽപാദന വർധനവിന് അത് കാരണമായി. GS കുഷ് എന്ന് പറയുന്ന ഒരു നമ്മുടെ പഞ്ചാബിലുള്ള ഒരു സയൻറ്റിസ്റ്റ് അന്നത്തെ അതിൻ്റെ ടീമിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് ഒരുപാട് നെല്ല് ഇനങ്ങൾ ഉൽപ്പാദിപ്പിച്ചു. 10,000ാമത്തെ നെല്ലിനം ഇറിന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ പുറത്തിറക്കി. ഇപ്പം അതും കഴിഞ്ഞിട്ടുണ്ട്. പുതിയ ഇനങ്ങൾ പുറത്തിറക്കിക്കൊണ്ടേയിരിക്കുന്നു ഇറി. IR8ൻ്റെ ഉൽപാദനക്ഷമത നിങ്ങൾ നോക്കുക, താരതമ്യേന കുറവാണ്. അത്ഭുത വിത്ത് എന്ന് പറയുന്നതിൻ്റെ അത് പിന്നീട് വന്ന ഇനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പം IR-ൻ്റെ ബാക്കിയുള്ള ഇനങ്ങളൊക്കെ നോക്കുമ്പോൾ IR8ൻ്റെ ഉൽപാദനക്ഷമത കുറവാണ് എന്ന് പറയാം. അതിനുശേഷമുള്ള ഇനങ്ങൾ എത്രയോ ഉൽപാദനക്ഷമത കൂടുതലുള്ള ഇനങ്ങൾ അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രത്തിന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഇന്നും അവർ പുതിയ ഇനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. എവിടുന്നാണ് ഇതിൻ്റെ വിത്തുകളെല്ലാം? ഇതിൻ്റെ പാരൻസ് ഒക്കെ വരുന്നത് ലോകത്തെങ്ങുമുള്ള നെല്ല് വിത്തിനങ്ങളുടെ ഒരു ശേഖരം ഇറിയിലുണ്ട്. അതുപയോഗിച്ചു കൊണ്ടാണ് അവരിപ്പം വെള്ളക്കെട്ടിന് ചെറുക്കാൻ കഴിയുന്ന, വെള്ളം ഉയർന്നുയർന്ന് വരുമ്പം അതിൻ്റെ മുകളിലോട്ടേക്ക് ഇലകൾ വരും, കതിര് അതിൻ്റെ മുകളിലോട്ടേക്ക് വരും. വെള്ളം താഴ്ന്ന് പോയി കഴിയുമ്പോഴേക്കും ചെടി നന്നായിട്ട് ഇണപൊട്ടി നന്നായിട്ട് വരുന്നത്. അങ്ങനെയുള്ള ഇനങ്ങൾ, മൈക്രോ ന്യൂട്രിയൻസ്, കോപ്പറും സിങ്കും അതൊക്കെ ഇപ്പോഴും കുറവാണ് മനുഷ്യൻ കഴിക്കുന്ന ആഹാരത്തിൽ. അപ്പം മണ്ണിൽ നിന്ന് വലിച്ചെടുത്ത് വിത്തിലേക്ക്, അരിയിലേക്ക് അത് കൊടുക്കാൻ കഴിയുന്ന
പുതിയ ഇനങ്ങൾ, അങ്ങനെ എത്രയെത്രയോ രോഗങ്ങളെയും ചൂടിനെയും അങ്ങനെയുള്ള ബയോട്ടിക് ആൻഡ് എബയോട്ടിക് സ്ട്രെസ്സിനെ ചെറുക്കാൻ കഴിയുന്ന എത്രയെത്രയോ ഇനങ്ങൾ അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചത് ഈ ലോകത്തെങ്ങുമുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. നമ്മുടെ മാത്രമൊന്നുമല്ല, എല്ലാ വിത്തിനങ്ങളും ഉപയോഗിച്ചിട്ടാണ്. ഇനി നമ്മുടെ വിത്തിനത്തിൽ നോക്കിയാലോ, ഇന്ത്യ വികസിപ്പിച്ചിട്ടുള്ള ഇനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പിന്നെ വീറ്റ് വെറൈറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 76.4% ഗോതമ്പിലും പിന്നെ ഈ കുള്ളൻ ഗോതമ്പിൻ്റെ ഇനങ്ങൾ പിന്നെ ജീനുകളുണ്ട്. കുള്ളൻ ഗോതമ്പിൻ്റെ ജീനുകൾ അതിലുണ്ട്. അതായത് രാജ്യത്ത് കൃഷി ചെയ്യുന്ന ഗോതമ്പിൻ്റെ 70% ഏരിയയിലുള്ള ഇനങ്ങളിലും ഈ ഡ്വാർഫ് കുള്ളൻ ജീനുകളുണ്ട്. അതുകൂടാണ്ട് ആ ജീനുകൾ എത്ര ശതമാനം വരെ? 50% വരെ വരും. ഇത്രയും ഇനങ്ങളിലുണ്ട്. 50%-ലധികവും വിദേശ ജീനുകളാണ് ഈ വിത്തിലുള്ളത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളിലെല്ലാം തന്നെ ഉള്ളത് 50%-ലധികവും. ഇത് കുള്ളൻ ഗോതമ്പുകളാണ്. ഈ കുള്ളൻ ഗോതമ്പ് തുടങ്ങുന്നത് ജപ്പാനിലാണ്. ജപ്പാനിൽ ഉള്ള ഗവേഷകർ കുള്ളൻ ഇനങ്ങൾ ശേഖരിച്ച് അവരതിൽ നിന്ന് ഗവേഷണം ചെയ്തു. ജപ്പാനെ അമേരിക്ക 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇൻവേഡ് ചെയ്തപ്പോൾ ഈ ഇനങ്ങൾ മുഴുവൻ അമേരിക്കയിലേക്ക് എത്തി. അവിടെ വാഷിങ്ടൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലും കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ അതിനെക്കുറിച്ച് ബ്രീഡ് ചെയ്ത് അവിടുത്തെ ഇനങ്ങളുമായിട്ട് യോജിപ്പിച്ചിട്ട് അത്യുൽപാദന ശേഷിയുള്ള എന്നാൽ കുള്ളനായിട്ട് നിൽക്കുന്ന, കുറ്റിയായിട്ട് ചാഞ്ഞു വീഴാതെ കൂടുതൽ രാസവളങ്ങളും ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും അത് മുഴുവൻ ശേഖരിച്ചുകൊണ്ട് കൂടുതൽ ഉൽപാദനം തരുന്ന ഇനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് കുള്ളൻ ജീനുകൾ ഉള്ളത് കൊണ്ടാണ്. നെല്ലിൽ കുള്ളൻ ജീനുകൾ ഉള്ളത് കൊണ്ടാണ് നെല്ലിൻ്റെ ഇനങ്ങൾ നമുക്ക് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അല്ലെങ്കിൽ നീളമുള്ള ഇനങ്ങളാണ് ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. അത് മുഴുവൻ ചാഞ്ഞ് വീണുപോകും. രാസവളം കൊടുക്കുന്നതനുസരിച്ചിട്ട് അത് ഉൽപാദനം കുറഞ്ഞു വരും. കാരണം ചെടി അങ്ങ് മറിഞ്ഞ് വീണുപോകും. പക്ഷേ ഈ കുറ്റിയായിട്ട് വളരുന്ന ജീനുകൾ ഉള്ളത് കൊണ്ട് അത് ചാഞ്ഞു വീഴില്ല, ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണ് 600 കിലോഗ്രാമിൽ നിന്ന് 10 ടണ്ണിലേക്ക് ഉൽപാദനം പോകുന്നത്. ഈ കുള്ളൻ ജീനുകൾ ഇന്ന് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ഏകദേശം ഒരു 70-80% നെല്ലുകളിലും കുള്ളൻ ജീനുണ്ട്. ഗോതമ്പിൽ ഏകദേശം 100%-നും തന്നെ പറയാം കുള്ളൻ ജീനുകളാണ്. കുള്ളന്മാരാണ് നമ്മളെ തീറ്റി പോറ്റുന്നത് എന്നർത്ഥം. കുള്ളന്മാരാണ് പോറ്റുന്നത് നമ്മളെയൊക്കെ. പിന്നെ ഗോതമ്പിൻ്റെ ഉൽപാദനം നോക്കുക, അങ്ങനെ എക്സ്പോണൻഷ്യൽ ഗ്രാഫായിട്ടാണ് പോകുന്നത്. കാരണം ഇത് വീണ്ടും നമ്മൾക്ക് ഇതിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കൽ നിൽക്കുന്നില്ല. ഒരു വെറൈറ്റി ഉണ്ടാക്കിയതിനെ കൊണ്ട് നിൽക്കുന്നില്ല. വീണ്ടും പുതിയ ഇനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതിലൊക്കെ തന്നെ ഈ വിദേശ ജീനുകൾ എപ്പോഴും ഉണ്ട്. ഈ വിദേശ ജീനുകളാണ് പ്രധാനമായിട്ട് ഉൽപാദന വർധനവ് കാരണമാവുന്നത്. ഇനി വിദേശ ജീനുകൾ മാത്രമാണോ? വിദേശ ഇനങ്ങളല്ലേ നമ്മൾ കൃഷി ചെയ്യുന്നത് മുഴുവൻ? വിദേശ വിളകളല്ലേ? ബാക്കിയുള്ള രാജ്യങ്ങളിൽ വന്നിട്ടുള്ള പരിണമിച്ചുണ്ടായിട്ടുള്ള ഇനങ്ങളാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് മുഴുവൻ. ഇതിപ്പോൾ 40 ചെടികളുടെ അല്ലെങ്കിൽ വിളകളുടെ പേരെ ഞാൻ കൊടുത്തിട്ടുള്ളൂ. 40 ഒന്നുമല്ല. നമ്മളിപ്പോൾ ഓർണമെന്റൽ പ്ലാന്റ്സും കൂടി എടുത്തു കഴിഞ്ഞാൽ എത്രയോ അധികം വിളകളാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. എല്ലാം വിദേശമാണ്, ഒരു മാതിരിയല്ല. ഇപ്പോൾ ഒന്ന് പ്രധാനപ്പെട്ടതൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കപ്പ, നമ്മുടെ മരച്ചീനി. ഒരു കാലത്ത് പട്ടിണിയിൽ നിന്ന് കേരളത്തെ രക്ഷിച്ച മരച്ചീനി എവിടെയാണ്? അല്ല, സൗത്ത് അമേരിക്കയിൽ നിന്ന് വന്നതാണ് അല്ലേ? അവിടുന്ന് വന്നതാണ് മരച്ചീനി. പപ്പായ വിദേശ വൃക്ഷമാണ്. ഉരുളക്കിഴങ്ങ്, നോർത്ത് ഇന്ത്യനെ തീറ്റിപ്പോറ്റുന്ന ഉരുളക്കിഴങ്ങ് വന്നിട്ടുള്ളത് പെറുന്നാണ്. ആ ഉരുളക്കിഴങ്ങാണ് ഇന്ന് യൂറോപ്പിനെയും തീറ്റിപ്പോറ്റുന്നതും. അതുമാതിരി തന്നെ നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ വരുന്നത് ഉരുളക്കിഴങ്ങാണ്. പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതാണ്. നമ്മുടെ എക്കോണമിയുടെ നട്ടെല്ലായിട്ടുള്ള റബ്ബർ വന്നിട്ടുള്ളത് ബ്രസീലിൽ നിന്നാണ് അല്ലേ? റബ്ബർ ഇല്ലെങ്കിൽ ഇന്നിപ്പോൾ കേരളമില്ല. കേരളത്തിൻ്റെ എക്കോണമിയെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ്. പൈനാപ്പിൾ, നമ്മൾ സ്വാദ് നോക്കുന്ന പൈനാപ്പിൾ. കശുവണ്ടി പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതാണ്. തക്കാളി, ആദ്യകാലത്ത് തക്കാളി കഴിക്കാൻ പേടിയായിരുന്നു യൂറോപ്യൻസിന്. കാരണം ഇത് ചുവന്ന് തുടുത്തതാണ്, ഇത് വിഷക്കായാണ് ഏകദേശം ഉറപ്പായിരുന്നു അവർക്ക്. അന്ന് അതിൽ വിഷമുണ്ട്, ഇപ്പോഴും അതിൽ വിഷമുണ്ട്, പക്ഷെ അളവ് കുറവാണ്. ടൊമാറ്റിൻ, ചാക്കോണിൻ എന്നൊക്കെ പറയുന്ന അത്യുഗ്ര വിഷങ്ങളുള്ള സാധനമാണ് തക്കാളി. പക്ഷെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്പീഷീസിൽ അതിൻ്റെ അളവ് വളരെ കുറവാണ്. മുന്തിരി ഇന്ത്യൻ സാധനമല്ല, വിദേശത്ത് വന്നതാണ്. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്ന വലിയൊരു ഭാഗം വിളകളൊക്കെ വിദേശികളാണ്. അവരാണ് നമ്മളെ ഊട്ടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു വലിയ വിപ്ലവമാണ് ഈ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ്. ഉഷ്ണമേഖല
പിന്നെ ഫലവൃക്ഷങ്ങൾ വലിയ തോതിൽ വരുന്നത് വളരെ ഗുണകരമാണ്. അത് വളരെ വളരെ നല്ലൊരു കാര്യമാണ്. നമ്മുടെ ഇപ്പോഴുള്ള റബ്ബറിനെയും തെങ്ങിനെയും കവുങ്ങിനെയും ഒക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു പരിധിവരെ ഫലവൃക്ഷങ്ങൾ ഫ്രൂട്ട് പ്ലാന്റ്സ് വരണം എന്നുള്ളത് നല്ല കാര്യമാണ്. അതിൽ വരുന്ന ഇനങ്ങളൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട്, റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, അവോക്കാഡോ, പാഷൻ ഫ്രൂട്ട്, ലിച്ചി, എബിയു, പുലാസാൻ, തീർന്നിട്ടില്ല, അച്ചാച്ചേരു, സാൻതോൾ, ബറാബ, നാങ്കഡാക്ക്, ദൂരിയൻ, വെൽവെറ്റ് ആപ്പിൾ, പീനട്ട് ബട്ടർ, ബ്രെഡ് ഫ്രൂട്ട്, പിന്നെയും കുറേ കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എത്രയോ ഫ്രൂട്ട്സ് നമ്മൾക്ക് ഈ ഇന്തോനേഷ്യ, തായ്ലൻഡ്, അതുമാതിരിയുള്ള മലേഷ്യ ട്രോപ്പിക്കൽ ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഈ വിളകളെല്ലാം തന്നെ നമ്മുടേതൊന്നുമല്ല, ഇതൊന്നും നമ്മുടേതല്ല. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാലിൻ്റെ ഉൽപ്പാദനത്തിൽ നമ്മുടേതെന്ന് പറയുന്ന നമ്മൾ കെട്ടിപ്പിടിച്ച എന്താ പറയണ്ടത് നമ്മുടെ സോവറിൻ റൈറ്റ് ആയിട്ടുള്ള ജനിതക സാധനങ്ങളാണ്. അങ്ങനെയാണ് കൺവെൻഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി പറയുന്നത്. സോവറിൻ റൈറ്റ് എന്നാണ് പറയുന്നത്. പരമാധികാര ഉള്ളതാണ് ഈ വിളകളുടെ മുകളിൽ, അല്ലെങ്കിൽ ഈ ഇനങ്ങളുടെ മുകളിൽ പരമാധികാരമുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ലോകത്തിലെ നമ്പർ 1 പാലുൽപാദക രാജ്യം ഇന്ത്യയാണ്. ഒരു കാലത്ത് ന്യൂസിലാൻഡൊക്കെ ആയിരുന്നു. ന്യൂസിലാൻഡിൽ നിന്ന് ഇന്ത്യയിലേക്ക് പാലുൽപ്പന്നങ്ങളും ഒക്കെ ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ടുള്ള ആദ്യ കാലഘട്ടത്തിൽ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വർഗീസ് കുര്യൻ എന്ന് പറയുന്ന ഒരു മിൽക്ക് എഞ്ചിനീയർ, ഒരു ഡയറി എഞ്ചിനീയർ ഇതിനെയൊക്കെ മാറ്റിമറിച്ച് കളഞ്ഞു. അദ്ദേഹത്തിന് ഭാരതരത്നക്ക് അർഹനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, പോസ്റ്റമസായിട്ടും അർഹതയുള്ള ഒരു വ്യക്തിയാണ് വർഗീസ് കുര്യൻ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം അമുൽ, നിങ്ങൾക്കറിയാം, എൻ്റെ സ്റ്റോറിയൊക്കെ നിങ്ങൾക്കറിയാം. അമുൽ എന്ന് പറയുന്ന കോപ്പറേറ്റീവ് ഒരു വലിയ മൂവ്മെൻ്റ് ഉണ്ടാക്കുകയും പാലുൽപാദനം വളരെ കൂടുകയും ചെയ്തു. ഇന്ന് നമ്പർ 1 ആണ് ഇന്ത്യ. ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും പിന്തിക്കൊണ്ട് പാലുൽപാദനത്തിൽ ഇന്ത്യ 1ാം സ്ഥാനത്താണ്. അതെങ്ങനെ സംഭവിച്ചു? അത് സംഭവിച്ചതും ക്രോസ് ബ്രീഡിംഗ് ആണ്. ക്രോസ് ബ്രീഡിങ്ങിൽ വിദേശ ഇനങ്ങളെ കൊണ്ടുവന്ന് നമ്മുടെ KLDLDBB ഇവിടെയുള്ള മാട്ടുപ്പെട്ടിയിലുള്ള അവിടെ കൊണ്ടുവന്നിട്ട്, തണുത്ത സ്ഥലമാണല്ലോ, അവിടെ വിദേശ ഇനങ്ങളായിട്ടുള്ള ജെർസിയെയും ഹോൾസ്റ്റൈൻ ഫ്രീഷനെയും ബ്രൗൺസിസും ഗൺസിയും ഇതിനൊക്കെ കൊണ്ടുവന്ന് വിത്ത് കാളകളിൽ നിന്ന് ബീജം ശേഖരിച്ച് നമ്മുടെ നാടൻ ഇനങ്ങളിലേക്ക് അത് മാറ്റിയിട്ടൊക്കെയാണ് ഇവിടെ 1/2 ലിറ്ററൊക്കെ പാലിൽ കിട്ടുന്ന നാടൻ പശുക്കളിൽ നിന്ന് ക്രമേണ മാറിയിട്ട് 15 ലിറ്ററും 20 ലിറ്ററിലേക്കുള്ള ഉൽപാദനം വന്നത്. ഈ പണ്ട് കാലത്ത് തമ്പുരാക്കന്മാർക്ക് പോലും പാൽപ്പായസം കുടിക്കാൻ വകുപ്പില്ല. കാരണം അത്രയല്ലേ പാലുള്ളൂ. 1/2 ഗ്ലാസ് 1 ഗ്ലാസ് പാലേ കിട്ടുള്ളൂ. ഇവിടെ നമ്മൾ ഈ വടക്കൻ കേരളത്തിൽ എപ്പോഴാണ് പാൽപ്പായസം കുടിക്കുന്നതെന്നറിയോ? ഈ ചിങ്ങം കന്നി മാസങ്ങളിൽ എരുമകൃഷി ഭയങ്കരമായിട്ടുണ്ടെന്ന്. കിഴക്കൻ മേഖലയിൽ എരുമയൊക്കെ ഒന്നാകെ പ്രസവിക്കും. അങ്ങനെയാണ് അവരുടെ ഒരു നേച്ചർ. അപ്പോഴാണ് പാല് കാര്യമായിട്ട് കിട്ടുന്നത്. അന്നേരം മാത്രമേ പാൽപ്പായസം കുടിക്കാൻ വരെ ഗതി ഉണ്ടായിരുന്നുള്ളൂ. അത്ര പോലും പാലുൽപാദനം ഇല്ലാതിരുന്ന ഒരു നാടായിരുന്നു. പക്ഷെ ഇന്ന് ജസ്റ്റ് ഒരു ഓർഡർ കൊടുത്താൽ മതി, ലിറ്റർ കണക്കിന് വരുന്നതിന് ഒരു പ്രയാസമില്ല. ലിറ്ററായിട്ട് വരും. പക്ഷേ കാറ്റിലിൻ്റെ ഉൽപാദനം ഇല്ലേ, പശു വളർത്തൽ വളരെയധികം കുറഞ്ഞു. പണ്ട് എല്ലാ വീട്ടിലും ഒരു പശു ഉണ്ടാവും. ഇന്നോ അപൂർവം കുറച്ച് വീടുകളിലേ ഉള്ളൂ. പക്ഷേ പണ്ട് 1/2 ഗ്ലാസ് കിട്ടുന്നത് ഇന്ന് 20 ലിറ്റർ കറക്കും. എങ്ങനെയാണത് വന്നത്? എല്ലാം വിദേശ ഇനങ്ങളുമായിട്ടുള്ള സങ്കരം വഴിയാണ്. എല്ലാം നമ്മുടെ നാടിനങ്ങളുടെ പേരുകളുണ്ട്, വിദേശ ഇനങ്ങളുണ്ട്. നമ്മുടെ ഇനങ്ങളൊട്ടും ദോഷമല്ല. പക്ഷെ ഉൽപാദനത്തിൽ എപ്പോഴും ഈ മിക്സിങ് വരുമ്പോഴും മാത്രമേ ഉൽപാദനം വർദ്ധിക്കുള്ളൂ. ഉൽപാദനം മാത്രമല്ല, നമ്മൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രേറ്റ്, ഏതെങ്കിലും ഒരു രോഗത്തിന് പ്രതിരോധം കിട്ടണമെങ്കിൽ നമ്മൾക്ക് ആ ഇനം ഏത് ഇനത്തിലാണ് ആ പ്രതിരോധമുള്ളത് നോക്കിയിട്ട് അതനുസരിച്ച് അതിൻ്റെ ബീജം ചേർത്തുകൊണ്ടുള്ള പുതിയ ഇനങ്ങളെ ഉണ്ടാക്കിയെടുക്കുക. എല്ലാം അങ്ങനെയാണ്. ചൂടിനെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള ഇനങ്ങളാണ് ഇനി ഭാവിയിൽ വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അവിടെ നമ്മൾ ആ രീതിയിലുള്ള ബ്രീഡിങ് നടത്തണം. അതിനൊക്കെ വേണമെങ്കിൽ ജനിതക ശേഖരം നമുക്ക് വേണം. അത് വിദേശ ജനിതക ശേഖരവും നമുക്ക് ആവശ്യമുണ്ട്. 390 ലക്ഷം ക്രോസ് ബ്രെഡ് കാറ്റിലാണ് ഇന്ത്യയിലുള്ളത് എന്നാണ് 2012 ആനിമൽ സെൻസസിൽ പറയുന്നത്. 390. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ കാറ്റിൽ ഈ കന്നുകാലികളുള്ളത്. ലോകത്തിൽ ഏറ്റവും നമ്പർ 1 ഇന്ത്യയാണ് കന്നുകാലികളുടെ എണ്ണത്തിൽ. അതിൽ വലിയൊരു ഭാഗം എന്ന് പറയുന്നത് ഈ വിദേശ ഇനങ്ങളുടെ ജീനുകൾ ചേർന്നിട്ടുള്ളതാണ്. സം പോപ്പുലേഷൻ ഓഫ് കാറ്റിൽ ഹാവ് 70.3 ലെവൽ ഓഫ് എക്സോട്ടിക് ആൻസിസ്ട്രി എന്നാണ് പറയുന്നത്. 50% വരെയല്ല, 70% ജീനുകളും വിദേശ ജീനുകളാണ്, വിദേശ ഇനങ്ങളുടെ ഇതാണ്. നല്ല ഉൽപാദനം തരുന്നതിൽ
50 മുതൽ 62% വരെ വിദേശ ജീനുകളുണ്ട് എന്നുള്ളതാണ്. പിന്നെ വരുന്നത് മുട്ട ഉൽപാദനമാണ്. മുട്ട ഉൽപാദനത്തിലും ഇന്ത്യ നമ്പർ 1 അല്ലെങ്കിൽ പോലും അതിൻ്റെ അടുത്ത് നിൽക്കുന്നു. വളരെ ലോകത്ത് ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിൽ പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൗൾട്രി, നമുക്ക് ഒരുപാട് നാടൻ കോഴി ഇനങ്ങളുണ്ട്, ഒരുപാട് എണ്ണം ഉണ്ട്, എല്ലാം വളരെ വളരെ ഇത്. പക്ഷേ മുട്ട ഉൽപാദനം വളരെ കുറവാണെന്ന് മാത്രം. മുട്ട ഉൽപാദനം വേണമെങ്കിൽ എന്ത് ചെയ്യണം? വിദേശ ഇനങ്ങളുമായിട്ട് അവ ബ്രീഡ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഉൽപാദനം കൂടുള്ളൂ. കാരണം ഇന്ത്യയിലുള്ള ഇനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്ലേറ്റോ എത്തിയിട്ടുണ്ട്. അതിനെ മറികടക്കണമെങ്കിൽ പുതിയ ജീനുകൾ വരണം. ജീനുകളാണല്ലോ ഇതൊക്കെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. മറ്റു ജീനുകൾ വന്നാൽ മാത്രമേ ഈ നിലവിലുള്ള ആ ഒരു ബാരിയറിനെ മറികടന്ന് അതിൻ്റെ മുകളിലേക്ക് ഉൽപാദനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഈ മറ്റുള്ള ക്യാരക്ടറായാലും അതുമാതിരി തന്നെ ചൂടിനെ ചെറുക്കാനോ അല്ലെങ്കിൽ രോഗത്തെ പ്രതിരോധിക്കാനോ ഒക്കെ ഉള്ളതെല്ലാം വേണമെങ്കിൽ ആ ജീനുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പോൾ വസ്തുത എന്താണ് യഥാർത്ഥത്തിൽ? ഈ സ്പീഷീസുകൾ നമ്മൾ കാണുന്ന നെല്ലിനങ്ങളായിക്കോട്ടെ, ഗോതമ്പിനങ്ങൾ, അല്ലെങ്കിൽ ഏതിൻ്റെ ഇനമായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ സൂക്ഷ്മജീവികളോ പശുവോ എന്തായിക്കഴിഞ്ഞാലും ആ സ്പീഷീസുകളെല്ലാം തന്നെ ഒരു പൊതു പൂർവീകനിൽ നിന്ന് ഉത്ഭവിച്ച് പിന്നെ വേർതിരിഞ്ഞ് വന്നിട്ടുള്ളതല്ലേ. നമ്മളെ മാതിരി തന്നെ ബാക്കിയുള്ള ജീവികളൊക്കെ പൊതു പൂർവീകനിൽ നിന്ന് ഉത്ഭവിച്ച് വന്നിട്ടുള്ള എല്ലാം ജൈവ പരിണാമത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. ഇത് എൻ്റെ നാട്ടിലെ എൻ്റെ സാധനം എന്ന് പറയാൻ ഒരു രാജ്യത്തിന് അവകാശമില്ല. കാരണം ഈ സ്പീഷീസുകൾ ഒന്നും തന്നെ ഒരു അതിർത്തിയായും മാനിക്കുന്നില്ല. അവരങ്ങനെ മാനിക്കുന്നേ ഇല്ല. കാരണം അവർ പരിണാമത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ സ്ഥലങ്ങളിൽ ഉരുത്തിരിഞ്ഞു വന്നു. ഇനി ഭാവിയിൽ അവർക്ക് വേറൊരു ദിക്കിലേക്ക് പോകാൻ പറ്റും. ഈ ഇൻ്റർനാഷണൽ ബൗണ്ടറീസോ നാഷണൽ ബൗണ്ടറീസോ ഒന്നും തന്നെ ഈ സ്പീഷീസുകൾ മാനിക്കുന്നില്ല. അത് ഒരു രാജ്യത്തിൻ്റെയും സ്വന്തമല്ല എന്നുള്ളതാണ്. പിന്നെയോ ജൈവ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെടുത്ത് തീരാൻ പോകുന്നില്ലല്ലോ. വിദ്യാധനം മാതിരിയാണ്. കൊടുക്കുന്ന ആളെടുക്കുന്നത് നഷ്ടപ്പെടുന്നില്ല. അത് കൊടുക്കും തോറും ഏറിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാധനമാണ് ജൈവ സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം സ്വാമിനാഥൻ്റെ പേരിൽ ആരോപണം എന്ന് പറഞ്ഞാൽ 20,000 നെല്ലിനങ്ങൾ ഇറിക്ക് കൊടുത്തു എന്നുള്ളതാണ്. ഇറിയിൽ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്, നമ്മൾക്ക് എപ്പോഴും വേണമെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടും. അത് കൂടാതെ ഇറിയിലേക്ക് കൊടുക്കുമ്പോഴും ഒരു കോപ്പി നമ്മുടെ അടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ആ കോപ്പി എല്ലാ വിത്തും കൊടുത്തിട്ടില്ല, കുറച്ച് ഭാഗം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ആരോപണങ്ങളിൽ തന്നെ ഒരു കഴമ്പുമില്ല. ഈ മനുഷ്യകുലത്തിൻ്റെ മൊത്തം ഒരു ഹെറിറ്റേജ് ആണ് ഈ നമ്മൾ കൃഷി ചെയ്യുന്ന വിളകളും ബാക്കിയുള്ള ആനിമൽ സോഴ്സസും ഒക്കെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഹെറിറ്റേജാണ്. അത് അതിർത്തികളൊന്നും യഥാർത്ഥത്തിൽ അതിന് ബാധകമേ അല്ല. നിക്കോളായ് വാവിലോവ് എന്ന് പറയുന്ന ഒരു റഷ്യൻ ശാസ്ത്രത്തിന് വേണ്ടിയിട്ട് രക്തസാക്ഷിയായിട്ടുള്ള ഒരാൾ അന്ന് സ്റ്റാലിനുമായിട്ട് ഏറ്റുമുട്ടി. സ്റ്റാലിൻ്റെ പിന്നെ തത്വങ്ങൾ പ്രകാരം വാവിലോവ് നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ വാവിലോവിനെ സൈബീരിയയിലേക്ക് മാറ്റുകയും അവിടുന്ന് അദ്ദേഹം അപ്രത്യക്ഷനാവുകയും ചെയ്തു എന്നാണ്. അപ്പോൾ വാവിലോവാണ് ആദ്യം ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത്. 1924 അദ്ദേഹത്തിൻ്റെ പ്രബന്ധം വരുന്നത്. സെൻറ്റർ ഓഫ് ഒറിജിൻ ഓഫ് ഡിഫറെൻറ്റ് ക്രോപ്സ്, പല പല വിളകൾ ഏതേത് സ്ഥലങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിന്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ്റെ ഭാഗങ്ങളൊക്കെ അറിയാം. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം നിലവിലുള്ള ഒരു സ്ഥലം ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഒന്ന് ഹിമാലയൻ റീജിയനും ഒന്ന് സഹ്യപർവ്വതത്തിൻ്റെ ഭാഗങ്ങൾ. ഈ 2 ഭാഗങ്ങളും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം നിലനിൽക്കുന്ന ഇനങ്ങളാണ്. അതുമാതിരി തന്നെയാണ് ബാക്കിയുള്ള പ്രദേശങ്ങളും, ബാക്കിയുള്ള വൻകരകളിലുള്ള പ്രദേശങ്ങളും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബൽ സൗത്തിൽ ദക്ഷിണാർദ്ധ ഗോളത്തിലുള്ള ഭാഗങ്ങളിലാണ് കൂടുതൽ ജൈവ വൈവിധ്യം ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ ഇന്ന് അന്താരാഷ്ട്ര ഉടമ്പടികളുണ്ട്. ആ ഉടമ്പടികൾ വഴി ലോകത്തെ ഏത് രാജ്യത്തിനും ഇവയൊക്കെ സ്വന്തമാക്കാനും പരിശോധിക്കാനും പിന്നെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യാനും ഒക്കെ സാധിക്കും. ഇനി പിന്നെ വേറൊരു വലിയൊരു ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയ ഇനങ്ങളൊക്കെ വന്നു, നമ്മുടെ വിലപ്പെട്ട പഴയ ഇനങ്ങളൊക്കെ പോയില്ലേ? നമ്മുടെ കയമ എവിടെ, കീരിപ്പല്ലൻ എവിടെ, വെള്ളരിയൻ എവിടെ, ഒക്കെ നിങ്ങളുടെ ഹൈൽഡിങ് വെറൈറ്റി വന്നതിനോട് കൂടിയിട്ട് ഇതൊക്കെ പോയി. വിലപ്പെട്ട വിത്തുകളാണ് പോയ. കൃഷിഗീതയിൽ പറയുന്നുണ്ട് പഴയ ഇനങ്ങളൊക്കെ പോയി എന്ന് പറയുന്നുണ്ട്. അത് 1700 കൃഷിഗീത വന്നത്. അന്നേ പറയുന്നുണ്ട്, പിന്നെയും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് വിലപ്പെട്ട ഇനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ട്. കാരണം പുതിയ ഇനങ്ങൾ വരുമ്പോൾ പഴയതിന് ആരും കൃഷി ചെയ്യൂലല്ലോ. 1-2 കൊല്ലം കൃഷി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ അങ്കുരണ ശേഷി പോകും, പിന്നെ അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ടോ, ശാസ്ത്രം ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴ്
നമ്മുടെ ഉൽപ്പാദനം ആ കാണുന്ന ഗ്രാഫിൽ കാണാം. അതിൻ്റെ ഇരട്ടി ഉൽപ്പാദനം വേണം നമുക്ക് 2050 ആകുമ്പോഴേക്ക്. എല്ലാ ഭക്ഷ്യോൽപ്പന്നങ്ങളിലും ഇരട്ടി ഉൽപ്പാദനം വേണമെന്നുള്ളതാണ്. പക്ഷേ ഭൂമിയുടെ ലഭ്യത ഇല്ല എന്ന് തന്നെ പറയാം, കുറയുന്നേ ഉള്ളൂ. കാരണം നഗരങ്ങൾ വരുമ്പോഴും പുതിയ ഇൻഡസ്ട്രിയൽ ഏരിയ വരുമ്പോഴൊക്കെ ഈ കൃഷി ചെയ്യാനുള്ള ഭൂമി കുറഞ്ഞു വരുന്നു. പക്ഷേ ഉൽപ്പാദനം നമുക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. വെള്ളത്തിൻ്റെ ലഭ്യത കുറഞ്ഞു വരുന്നു. പഞ്ചാബിലും ഹരിയാനയിലും ഒക്കെ ഭൂഗർഭജലം താഴോട്ട് പോകുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. എബയോട്ടിക് സ്ട്രെസ് അത് കൂടി വരുന്നു. ചൂട്, വെള്ളക്കെട്ട്, അതുമാതിരിയുള്ള പ്രശ്നങ്ങൾ കൂടി വരുന്നു. ബയോട്ടിക് സ്ട്രെസ്, പുതിയ തരം കീടങ്ങൾ ഒക്കെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾക്ക് അറിയാലോ, തെങ്ങിനൊക്കെ വെള്ളീച്ച, അതുമാതിരിയുള്ള വിദേശ കീടങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എല്ലാ സ്ട്രെസ്സും കൂടുതലാവുന്നു, ഭൂമി കൂടുതലായിട്ട് കിട്ടാനില്ല, ഉൽപ്പാദനം കൂടുകയും ചെയ്യണം. അപ്പോൾ എങ്ങനെ ചെയ്യും? അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഇനങ്ങളൊക്കെ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഇത് നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജനറ്റിക് റിസോഴ്സസ് എന്ന് പറയും. ഇത് ന്യൂഡൽഹിയിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. ബാക്കി ഇന്ത്യയിൽ ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെ ലക്ഷക്കണക്കിന് 4.5 ലക്ഷം ഇനങ്ങളുടെ വിത്ത്, അല്ലെങ്കിൽ അതിൻ്റെ പോളൻ ഗ്രെയിൻസ്, അല്ലെങ്കിൽ അതിൻ്റെ കമ്പ്, അതുമാതിരിയുള്ളത് പല രീതിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കയ്പയുടെ വൈവിധ്യമാണ്. പലതരത്തിലുള്ള കയ്പ, പാവലിൻ്റെ ഇനങ്ങളുടെ വൈവിധ്യമാണ്. ഇത് പൾസസ് ആണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പൾസസിൻ്റെ പയറിനങ്ങളുടെ ഒരു കളക്ഷൻ ഉള്ളത് ഹൈദരാബാദിലാണ്, ഇക്രിസാറ്റിലാണ്. അതുകൂടാതെ NBPGRലും വെച്ചിട്ടുണ്ട്. ഇത് NBPGRൽ ഉള്ള ജേം പ്ലാസം കളക്ഷൻ്റെ വിവിധ ഇനങ്ങൾ കേവലം കൃഷി ചെയ്യുന്ന ഇനങ്ങൾ മാത്രമല്ല കേട്ടോ, അതിൻ്റെ വൈൽഡ് റിലേറ്റീവ്സും വിദേശ ഇനങ്ങളും ഒക്കെ നമ്മൾ എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. 4.5 ലക്ഷം ഇനങ്ങളാണ് ലിക്വിഡ് നൈട്രജനിലും അല്ലാതെയുമായിട്ട് ഉറങ്ങിക്കിടക്കുന്നത്. നമ്മൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ വിത്തെടുക്കാം, അത് വർദ്ധിപ്പിക്കാം. എന്നിട്ട് അതുകൂടാതെ ഗവേഷകർക്ക് പുതിയ ഇനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ NBPGRലേക്ക് റിക്വസ്റ്റ് കൊടുത്താൽ മതി. തക്കാളിയുടെ ഇനങ്ങൾ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിനങ്ങൾ, നാട്ടിനങ്ങൾ, ഏത് ക്വാളിറ്റി വേണം, ഏത് തരത്തിലുള്ളത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും. പൈസ ഒന്നും കൊടുക്കണം, ഗവേഷകർക്ക് പൈസ കൊടുക്കേണ്ട കാര്യമില്ല. ബാക്കിയുള്ളവർക്ക് ചെറിയൊരു ഫീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഭാവി കാലത്തിന് വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നർത്ഥം. ഇത് നാഷണൽ ജീൻ ബാങ്കാണ്. നാഷണൽ ജീൻ ബാങ്കിൻ്റെ ഉൾഭാഗങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. പല രീതിയിലാണ് ഇത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. പിന്നെ ഓർത്തഡോക്സ് സീഡ്സ് ആയിട്ട് -18 ഡിഗ്രി സെൽഷ്യസിൽ, -196 ഡിഗ്രി സെൽഷ്യസിൽ, ഞാനതിൻ്റെ റൂമിൻ്റെ അകത്തേക്കൊക്കെ പോയിട്ടുണ്ട്. -196 ഡിഗ്രി സെൽഷ്യസിൽ ഭൂമിയുടെ അടിയിലാണ്, അറകളിലാണ് ഇവയൊക്കെ പ്രത്യേക പാത്രങ്ങളിലൊക്കെ ആയിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വലിയൊരു കളക്ഷൻ. അതുകൂടാതെ ഈ ഇനങ്ങളൊക്കെ ഓരോ സ്ഥലങ്ങളിലുള്ള ഗവേഷണ കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ കോഴിക്കോടുള്ള സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൽ 2000-ഓളം തരം ഇഞ്ചിയുടെ ഇനങ്ങളുണ്ട്. 400-ലധികം ഇനങ്ങൾ കുരുമുളക് അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ രാജ്യത്തുള്ള ഓരോ ഗവേഷണ കേന്ദ്രങ്ങളിലും ഇതിൻ്റെ ഇനങ്ങൾ കൃഷി ചെയ്യുന്നു, അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനാണ് ആ കാണിച്ചിരിക്കുന്നത്. ഈ കാർഷിക ഇതിൻ്റെ മാത്രമല്ല, ആനിമൽ ജനറ്റിക് റിസോഴ്സസും നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അതിൻ്റെ ബീജം, അതിൻ്റെ അണ്ടം, അതുമാതിരിയുള്ള സാധനങ്ങളൊക്കെ അതിനെ വളർത്തുന്നുമുണ്ട്. അത് കർണാലിലാണ്, ഹരിയാനയിലുള്ള കർണാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആനിമൽ ജനറ്റിക് റിസോഴ്സസ് അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. കൂടാതെ ഫിഷ് ജനറ്റിക് റിസോഴ്സസും ഉണ്ട്. പലതരം മത്സ്യ ഇനങ്ങൾ, കൃഷി ചെയ്യുന്ന മത്സ്യ ഇനങ്ങളൊക്കെ ലക്നൌവിലുള്ള നാഷണൽ ബ്യൂറോ ഓഫ് ഫിഷ് ജനറ്റിക് റിസോഴ്സസിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ ഒരു ഇന്റർനാഷണൽ ബാങ്ക് ഉണ്ട് കേട്ടോ. ഇന്റർനാഷണൽ ജീൻ ബാങ്ക് അറ്റ് സ്വാൾബാർഡ്, നോർവേയിലുള്ള പെർമനന്റ് ഫ്രോസ്റ്റ് ലൈനിൽ എപ്പോഴും മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലത്തുള്ള ഒരു കോപ്പർ ഖനി, അബാൻഡൻ ചെയ്ത ഒരു കോപ്പർ ഖനിയുടെ ഉള്ളിൽ ഭൂഗർഭത്തിലായിട്ട് അന്താരാഷ്ട്ര ജനിതക ശേഖരമുണ്ട്. അവിടെ എപ്പോഴും മഞ്ഞ് മൂടിക്കിടക്കുകയെന്ന്. അവിടെ ഇലക്ട്രിസിറ്റീൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഇലക്ട്രിസിറ്റി അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറമേയുള്ള ഓപ്പണിംഗ് ആണ് ആ ബ്ലൂ ആയിട്ട് കാണിച്ചത്. അത്ര മാത്രമേ അതിൻ്റെ ഓപ്പണിംഗ് ഉള്ളൂ. പുറമെ, ഉള്ളിൽ ഭൂഗർഭ അറയിൽ 3 ചേംബേഴ്സ് ആയിട്ട്, ആ 3 ചേംബറിൽ പല രാജ്യങ്ങൾക്ക് പൂട്ടും താക്കോലും കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ സൂക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടാണ്. ഇന്ത്യയുടെ നമ്മുടെ ഡൽഹിയിലുള്ള ശേഖരത്തിൻ്റെ ഒരു കോപ്പി നമ്മൾ സ്വാൾബാർഡിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള രാജ്യങ്ങളും അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള ഇതൊക്കെയാണ് ലേബൽ ചെയ്ത് ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അതെല്ലാം പാസ്പോർട്ട് ഇൻഫർമേഷൻ, ഓരോ വിത്തിൻ്റെയും പാസ്പോർട്ട് ഇൻഫർമേഷനും
അതിൻ്റെ കായക്ക് എത്ര തൂക്കം വരും, എന്ത് കളറാണ്, അതിന് ഏതൊക്കെ രോഗങ്ങളെ കീടങ്ങളെ ചെറുക്കാനുള്ള ശേഷിയുണ്ട്, അങ്ങനെയുള്ള പാസ്പോർട്ട് ഇൻഫർമേഷനും NBPGR ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വലിയ തോതിലുള്ള ഒരു ഗവേഷണം ഇന്ത്യൻ കാർഷിക മേഖലയിൽ വിത്തിൻ്റെ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാമിനാഥനെ എതിരെയുള്ള ആ ചളിവാരിയേറ് ക്ലോഡ് അൽവാരിസിൻ്റെ ആ ലേഖനം എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതം തന്നെയായിരുന്നു, തികച്ചും അടിസ്ഥാനരഹിതമാണ്. കാരണം ഈ വിത്തിനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാളുടെയും സ്വന്തമല്ല, ഒരു രാജ്യത്തിൻ്റെയും സ്വന്തമല്ല, നമ്മുടെ മനുഷ്യകുലത്തിൻ്റെ മൊത്തം ഒരു ഹെറിറ്റേജാണ് ഈ വിനങ്ങളെന്ന് പറയുന്നത്. അത് സൂക്ഷിച്ചു വെക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നു, അത് നിരന്തരമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണ് ഭാവി തലമുറക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷ്യസുരക്ഷ ഒരുക്കുന്നത്. അത് ഇതിൻ്റെ വലിയൊരു ഭാഗമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വളരെ ക്ഷമയോടെ കേട്ടുനിന്നതിന് നന്ദി പറയുന്നു. നന്ദി ശ്രീകുമാർ സാറേ. സാറിനോട് കുറച്ച് ചോദ്യങ്ങളുണ്ട്. സ്ഥിരമായ രാസവള പ്രയോഗം കൊണ്ട് മണ്ണിലെ സ്വാഭാവിക കീടങ്ങൾക്ക് നാശം സംഭവിക്കുമോ? രാസവളം പോലെ കീടനാശിനികളെ പോലെ പ്രാധാന്യമുള്ളതാണ് പ്രിസർവേറ്റീവുകൾ. അവയുടെ ഉപയോഗം സംബന്ധിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കുറവാണ്. എന്തൊക്കെ ശ്രദ്ധിക്കണം? അമിത ഉപയോഗം അല്ലേ കീടനാശിനി റെസിഡ്യൂ ഉണ്ടാക്കുന്നത്? ഇത് കുറച്ച് എന്താ പറയേണ്ടത്, കോംപ്ലക്സ് ആണ് ചോദ്യം. സ്ഥിരമായിട്ടുള്ള രാസവള പ്രയോഗം കൊണ്ട് മണ്ണിലെ കീടങ്ങൾ നശിക്കുമോ എന്നുള്ളതാണ്. ഈ രാസവളത്തെ നമുക്ക് എല്ലാവർക്കും ഭയമാണ്. പക്ഷേ ആ കീടങ്ങളുടെ ദേഹത്ത് ആണ് രാസവളം വീഴുന്നതെങ്കിൽ ആ കീടം ചിലപ്പോൾ നശിച്ചേക്കും. ഒരു മണ്ണിര, കീടം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു മണ്ണിരയുടെ ദേഹത്ത് നിങ്ങൾ പൊട്ടാഷ് ഇട്ടു, ഉപ്പിടുന്ന മാതിരി തന്നെ അത് അപ്പം ചത്തുപോകും. പക്ഷേ ആ ഭാഗത്തുള്ള ആ തെങ്ങിൻ തടത്തിലുള്ള മണ്ണിരകളുടെ എണ്ണം കൂടും പിന്നീട്. കാരണം മണ്ണിരകളുടെ നാഡീഞരമ്പുകൾ പ്രവർത്തിക്കാനും സോഡിയം പൊട്ടാസ്യം പമ്പ് വേണം. അപ്പോൾ പൊട്ടാഷ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയവും പ്രവർത്തിക്കും, നമ്മുടെ നാഡീവ്യവസ്ഥ പ്രവർത്തിക്കാനും പൊട്ടാഷ് വേണം, മണ്ണിരയുടെ നാഡീവ്യവസ്ഥ പ്രവർത്തിക്കാനും പൊട്ടാഷ് വേണം. അതുകൊണ്ട് പിന്നീട് അത് വർദ്ധിക്കുകയുള്ളൂ. ദേഹത്ത് നേരിട്ട് വീണാൽ ആ മണ്ണിര ചത്തുപോയേക്കും, പക്ഷെ മൊത്തത്തിൽ അത് ഗുണം ചെയ്യും. അപ്പോൾ രാസവളങ്ങൾ നമ്മൾ വളരെ ചെറിയ തോതിലേ ഉപയോഗിക്കുന്നുള്ളൂ, അത്രയും നമ്മൾ നിർദ്ദേശിക്കുന്നുള്ളൂ. ആവശ്യമായിട്ടുള്ള തോതിൽ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പ്രകാരം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ മാതിരി ദേഹത്ത് നേരിട്ട് വീണാൽ ചത്തുപോകുമെങ്കിലും മൊത്തത്തിൽ അത് ദോഷമൊന്നും ചെയ്യില്ല. അതിനെക്കുറിച്ചൊന്നും ഒരു ഭയത്തിൻ്റെ ആവശ്യമില്ല. രണ്ടാമത്തേത് ഈ പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭക്ഷ്യ സാധനങ്ങളിൽ ചേർക്കുന്ന ബേക്കറി ഐറ്റംസിലും നമ്മുടെ പാനീയങ്ങളിലും ഒക്കെ ചേർക്കുന്ന സാധനങ്ങളാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രിസർവേറ്റീവുകൾ പാരാമിനോ ബെൻസോയിക് ആസിഡ്, പാരാബെൻ, അതുമാതിരിയുള്ള ഒരുപാട് ഗ്രൂപ്പ് ഓഫ് പ്രിസർവേറ്റീവുകളുണ്ട്. അത് അതിലുള്ള സൂക്ഷ്മജീവികളെ, ഭക്ഷണത്തിലുള്ള സൂക്ഷ്മജീവികളെ നശിപ്പിക്കാനും ഭക്ഷണം അതിൻ്റെ വിഘടിച്ച് പോകുന്നത്, ആ രാസവസ്തുക്കൾ, ഭക്ഷണം എന്ന് പറഞ്ഞാൽ രാസവസ്തു ആണല്ലോ, അത് വിഘടിച്ച് പോകുന്നത് ചെറുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അതിനൊക്കെ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതൊക്കെ സാമ്പിൾസ് എടുക്കുന്നുണ്ട്. നമ്മൾ അച്ചാറിലൊക്കെ പാരാബെൻ കൂടുതൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇന്നാളൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. FSSAI അതിൻ്റെ സാമ്പിളുകൾ എടുത്ത് പരിശോധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടുള്ളൊരു ഉത്കണ്ഠയുടെ കാര്യമൊന്നുമില്ല. കാരണം അത് നമുക്കൊരു അതോറിറ്റി ഉണ്ട്, ആ അതോറിറ്റി അതൊക്കെ പരിശോധിക്കുന്നുണ്ട്. അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൃത്യമാണ്. ഇത്ര ശതമാനം മാത്രമേ ഇടാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. വയലേറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പിടിക്കുകയും ചെയ്യും. അമിത ഉപയോഗമല്ലേ കീടനാശിനി റെസിഡ്യൂ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഈ റെസിഡ്യൂവിനെ കുറിച്ച് നമുക്ക് ഭയങ്കര ഭയമാണ്, അല്ലെ? കീടനാശിനിയുടെ അവശിഷ്ട വീര്യം ഭയങ്കര ഭയമാണ് നമ്മൾക്ക്. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ വിഷസാഗരത്തിലാണ് നമ്മുടെ ജീവിതം എന്നുള്ളതാണ്. നമ്മുടെ ഈ സസ്യങ്ങൾ ഉണ്ടാക്കുന്ന നാച്ചുറൽ പെസ്റ്റിസൈഡ്സ്, സസ്യങ്ങളെ കടിക്കുന്ന, സസ്യങ്ങളെ തുരക്കുന്ന, തിന്നുന്ന നിരവധിയായിട്ടുള്ള കീടങ്ങളെയും രോഗാണുക്കളെയും ചെറുക്കാൻ വേണ്ടി ഓരോ സസ്യവും 100 കണക്കിന് തരത്തിലുള്ള രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം വിഷങ്ങളാണ്, അല്ലേ? നമ്മളെ ഇതിലൊക്കെയുള്ള വിഷങ്ങളെ നമുക്കറിയൂ. ഏത് ടൊബാക്കോ ഡിക്കോക്ഷൻ നമ്മൾ പച്ചക്കറിക്കെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, അതൊക്കെ നമുക്കറിയുള്ളൂ. പക്ഷേ എല്ലാ ചെടികളിലും ഇതുമാതിരിയുള്ള രാസവസ്തുക്കൾ, ലക്ഷക്കണക്കിന് തരത്തിലുള്ള രാസവസ്തുക്കളുണ്ട്. ഈ ചെടികൾ തന്നെയല്ലേ നമ്മൾ കഴിക്കുന്നതും. ചീര കഴിക്കുന്നു, വെണ്ട കഴിക്കുന്നു, വഴുതന കഴിക്കുന്നു, മുരിങ്ങ കഴിക്കുന്നു. അതിലൊക്കെ 100 കണക്കിന് രാസവസ്തുക്കളുണ്ട്. ഈ രാസവസ്തുക്കൾ ചെടികൾ ഉണ്ടാക്കുന്നത് തന്നെ കീടങ്ങളെ ചെറുക്കാനാണ്. അപ്പോൾ കീടനാശിനികളാണ് അതൊക്കെ തന്നെ. അതാണ് നമ്മൾ ദിവസേന കഴിക്കുന്നതും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു പേടിയും വേണ്ട.
എന്താ സാധാരണ ഈ കീടനാശിനി റെസിഡിനെ കുറിച്ച് ഞാൻ പറയൽ, എഴുത്തച്ഛൻ്റെ ഒരു കവിത ഉണ്ടല്ലോ രാമായണത്തിൽ, മധ്യാഹ്ന അർക്കപ്രകാശമിരിക്കവേ ഖദ്യോതത്തെയോ മാനിച്ചു കൊള്ളേണ്ടു, സൂര്യൻ ജ്വലിക്കുമ്പോൾ, ഉച്ച സൂര്യൻ ജ്വലിക്കുമ്പോൾ മിന്നാമിനിങ്ങനെയാണോ പേടിക്കേണ്ടത് എന്നാണ്. അതുമാതിരി തന്നെ ഈ നാച്ചുറൽ പെസ്റ്റിസൈഡ്സ്, വിവിധങ്ങളായിട്ടുള്ള സസ്യജന്യ വിഷങ്ങൾ ടൺ കണക്കിന് നമ്മൾ, ടണ്ണല്ല അല്ലെങ്കിൽ മില്ലിഗ്രാം കിലോഗ്രാം കണക്കിന് നമ്മൾ കഴിക്കുമ്പോൾ ഒരല്പം വരുന്ന ഈ ചെറിയ തോതിലുള്ള രാസ കീടനാശിനികളുടെ അവശിഷ്ടത്തെക്കുറിച്ച് ഒരു പേടിയും വേണ്ട. നന്നായിട്ട് കഴുകിയിട്ട് ഉപയോഗിക്കുക എന്ന് മാത്രം, അതിനെക്കുറിച്ച് ഒരു പേടിയും നമ്മൾക്ക് ആവശ്യമില്ല. കാരണം അത്രക്കൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല, റെസിഡ്യൂ വരുന്നില്ല. ഒരു 3% അടുത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തേത്, ഒരു രാജ്യത്തെ ജനതയെ മുഴുവനും തീറ്റിപ്പോറ്റാനുള്ള കെൽപ്പ് ജൈവ കൃഷിക്ക് ഉണ്ടോ? വിദേശ ക്രോസ് ബ്രീഡ് ചെയ്ത് അവസാനം സ്റ്റേബിൾ അവസ്ഥ എത്തുമോ? ഇനി മുകളിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ എത്തുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ആദ്യത്തെ ചോദ്യം, ജൈവ കൃഷിക്ക് ഇതിനുള്ള കഴിവുണ്ടോ എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. ചെടികൾക്ക് അത്ഭുതങ്ങളൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. മാജീഷ്യൻസ് ഒന്നും അല്ല ചെടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊടുക്കുന്നതനുസരിച്ചിട്ട് അതിന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂ. അല്ലാണ്ട് അതിന് മാജിക് ഒന്നും കാണിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. രാസവളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, ജൈവവളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. കൂടുതലൊന്നും അതിനുണ്ടാക്കാൻ പറ്റുമൊന്നുമില്ല. അപ്പോൾ അതിനൊരു പരിമിതിയുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു ലോക ജനതയും തീറ്റിപ്പോറ്റാനുള്ള കഴിവൊന്നും ജൈവ കൃഷിക്കില്ല. അതൊരു എന്താ പറയുക, ഒരു ഫാഷൻ ഷോ ഒരു പരിധി വരെ എന്നുള്ള നിലക്ക് മാത്രമേ ജൈവ കൃഷിയെ ഞാൻ കാണുന്നുള്ളൂ. ബാക്കി എല്ലാവരും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുമ്പോൾ കുറച്ച് പേര് ഡ്രസ്സ് വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ച് ഫാഷൻ ഷോ നടത്തൂല്ലേ, അതുമാതിരി മാത്രം. പിന്നെ വിദേശ ക്രോസ് ബ്രീഡ് ചെയ്ത് അവസാനം ഇത് എവിടെ എത്തിപ്പോവും? സ്റ്റേബിളായിട്ട് എന്താ പറയുക, കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോഴ് നമ്മൾ ഈ ജീനുകളൊക്കെ ഉപയോഗിക്കുന്നത് വളരെ വളരെ കൃത്യമായിട്ടാണ്. ക്രിസ്പർ കാസ്9 ടെക്നോളജി വെച്ചിട്ട് ഏത് ജീനുകളെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്, അത് പ്രകാരം എഡിറ്റ് ചെയ്തിട്ട് അതിന് പ്രത്യേക കഴിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് സാധിക്കും. വിദേശ ജീനുകളെ നേരിട്ട് കൊണ്ടുവന്നിട്ടല്ല, അല്ലാണ്ട് തന്നെ നമുക്കിന്ന് ബയോടെക്നോളജി വഴി നമുക്കിന്ന് അതിനുള്ള കഴിവുണ്ട്. അത് പ്രകാരം 2 നെല്ലിനങ്ങൾ ഇതിനിടെ ICAR ഇറക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഉള്ള ബയോടെക്നോളജി വരുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു പേടി വേണ്ട. നമ്മൾക്ക് ഇപ്പം ഭയങ്കര ചൂടാണ് ഒരു പ്രശ്നം ഭാവിയിൽ. അപ്പോൾ ചൂടിനെ ചെറുക്കുന്ന ജീനുകളെ മാത്രമായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ ജീനുകളെ മാത്രം ജീൻ പിരമിഡിങ് വഴി കൂടുതലായിട്ട് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള ഇനങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ശാസ്ത്രത്തിന് ഭയങ്കരമായിട്ടുള്ള സാധ്യതകളുണ്ട്. അത് ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിൽ നടന്ന ഭക്ഷ്യക്ഷാമങ്ങളെ പറ്റി വിശദീകരിക്കാമോ, അതിൻ്റെ കാരണങ്ങളും? ഭക്ഷ്യക്ഷാമങ്ങൾ ഞാൻ എൻ്റെ ചില പ്രസൻറ്റേഷൻസിൽ ഇനി മുമ്പേ ചെയ്തിട്ടുണ്ട്. കാരണം ലക്ഷക്കണക്കിന് പേര് മരിച്ചിട്ടുള്ള ക്ഷാമങ്ങൾ ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല, വിദേശ രാജ്യങ്ങൾ, യൂറോപ്പിലും അമേരിക്കയിലും ആഫ്രിക്കയിലും ഒക്കെ ക്ഷാമങ്ങളുണ്ടായി. ലക്ഷക്കണക്കിന് പേര് മരിച്ചിട്ടുള്ള ക്ഷാമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ചരിത്രം നമ്മളോട് കൃത്യമായിട്ട് കാണിക്കുന്നത്. അത് ചിലപ്പോൾ മഴ പെയ്യാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ വേറെ കാലാവസ്ഥാ മാറ്റങ്ങൾ കൊണ്ടാവാം, ഉൽപ്പാദനം കുറഞ്ഞത് പോയത് കൊണ്ടാവാം, പല കാരണങ്ങൾ. അവസാനം ഉണ്ടായിട്ടുള്ളത് ബംഗാൾ ക്ഷാമമാണ് ഇന്ത്യയിൽ. അതിൽ 30 ലക്ഷം പേരാണ് മരിച്ചു പോയിട്ടുള്ളത്. കൽക്കത്തയുടെ തെരുവീഥികൾ മുഴുവൻ നാറുകയായിരുന്നു. കഴുകന്മാർ വട്ടമിട്ട് പറക്കുകയായിരുന്നു ശവങ്ങളെ കൊത്തി തിന്നാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് അന്നത്തെ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിട്ടുള്ളത്. അത്ര ഭയങ്കരമായിട്ടുള്ള ഒരവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്ന സകല സിനിമ. സത്യജിത് സിനിമയൊക്കെ ഈ ഇതിനെക്കുറിച്ചൊക്കെയാണ്, ബംഗാളിലെ ക്ഷാമത്തെക്കുറിച്ചാണ്. അപ്പം അങ്ങനെയുള്ള ക്ഷാമങ്ങൾ സാഹിത്യകാരന്മാരും നാടകകൃത്തുകളും ഒക്കെ എത്രയോ എഴുതി പൊലിപ്പിച്ചെങ്കിലും ഉത്തരം പറഞ്ഞത് ശാസ്ത്രം മാത്രമാണ്. ഉത്തരം കൊടുത്തിട്ടുള്ളത് ശാസ്ത്രവും ജനാധിപത്യവും കൂടിയിട്ടാണ് ഇതിനുള്ള ഉത്തരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ബാക്കിയുള്ളവർ പറഞ്ഞു പൊലിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ശാസ്ത്രം ആയിരിക്കും വേണ്ട, എല്ലാവരും സാഹിത്യം മതി. സാഹിത്യം നമ്മളെ വളരെ അഭൗമമായിട്ടുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിക്കും. നമ്മൾ ഒരു ഭൂമിയിൽ നിന്നൊക്കെ നമ്മുടെ കാല് വിട്ട് നമ്മൾ വായുവിൽ പറക്കാൻ തുടങ്ങും. നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു രസം കിട്ടും. നമ്മളെല്ലാവരും കുട്ടികളല്ലേ, കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് നമ്മളെല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ കഥകൾക്ക് നമുക്കിതൊക്കെ മറന്നു പോകും. പക്ഷേ സാഹിത്യമൊന്നുമല്ല ഇതിന് പരിഹാരം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഈ ബംഗാൾ ക്ഷാമത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് 2ാം ലോക മഹായുദ്ധം, രണ്ടാമത്തേത് ഹെൽമിന്തോസ്പോറിയം റൈസ് ലീവ് സ്പോട്ട് എന്ന് പറഞ്ഞ് ഒരു ഇലപ്പൊട്ട് രോഗം വന്ന് ഇലകളൊക്കെ കരിഞ്ഞ് ഉൽപ്പാദനം വളരെ കാര്യമായിട്ട് കുറഞ്ഞു പോയി. പിന്നെ അന്നേരത്തെ ബ്രിട്ടീഷ് ഭരണം. ഇങ്ങനെയുള്ള ഒരു കാലത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സമ്പന്നമായിട്ടുള്ള പ്രവിശ്യയായിരുന്നു ബംഗാൾ എന്ന് പറയുന്നത്.
അത് പിന്നീട് ബ്രിട്ടീഷുകാർ വന്ന് ഭരിച്ച് നശിപ്പിച്ച് കളഞ്ഞതാണ്. ടാക്സ് സിസ്റ്റമൊക്കെ ശശി തരൂറിൻ്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അറിയാം എത്ര ഭീകരമായിട്ടുള്ള ടാക്സ് സിസ്റ്റമാണ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അങ്ങനെ നശിപ്പിച്ച് കളഞ്ഞതാണ്. അതിൻ്റെ ഒരു കൾമിനേഷൻ മാതിരിയാണ് രണ്ടാം ലോക മഹായുദ്ധവും അതിൻ്റെ കൂടെ ഈ രോഗങ്ങളും നെല്ലിൻ്റെ രോഗങ്ങളും വന്നിട്ട് അതിഭീകരമായിട്ടുള്ള ക്ഷാമം ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് പുതിയ തലമുറ കൃഷിയെ കാര്യമായി കാണുന്നുണ്ടോ? വരുന്ന ആളുകളിൽ നമ്മുടെ ഭക്ഷ്യലഭ്യതയെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം? പുതിയ തലമുറ കൃഷിയെ കാര്യമായിട്ട് കാണുന്നില്ല എന്നുള്ള സത്യം തന്നെയാണ്. കാണേണ്ട കാര്യമില്ല എന്നാണ് ഞാനും പറയുന്നത്. കാരണം ലാഭമുള്ള മേഖലകളിലേക്ക് ആരായാലും പോകും. കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഇപ്പം നെല്ലിൻ്റെ ഇത് സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ നെല്ല് നടാൻ വേണ്ടിയിട്ട് ഞാറ് നടാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരും കൂടെ വരും. ഭയങ്കര ഉദ്ഘാടനമൊക്കെ ആയിരിക്കും. കൊയ്ത്തുത്സവം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വരും. അതൊക്കെ ഷോകൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ ഒരു വെൽഡിംഗ് ഷോപ്പ് തുടങ്ങി, ആരും വന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ടോ? ഞാൻ രാവിലെ പോകുന്നു, ഷോപ്പ് തുറക്കുന്നു, പണിയെടുക്കുന്നു. എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. ബാക്കിയുള്ളത് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന അതാണ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞുകൂടാ. അതൊന്നും അധികകാലം നിൽക്കില്ല. എക്കണോമിക് ആക്ടിവിറ്റി ആയാൽ അതിൽ നിന്ന് ലാഭം വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഏത് സാധനവും കൊണ്ടുപോകും. നെൽകൃഷിയിലും അങ്ങനെ ലാഭം വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് നമ്മൾ കൃത്യമായിട്ട് ചെയ്താൽ ലാഭം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. എങ്കിലും അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ നമുക്കുണ്ട്. ലേബറേഴ്സിൻ്റെ ലഭ്യത കുറവാണ്. യന്ത്രങ്ങളിപ്പോൾ വന്നിട്ടുണ്ട്, വലിയൊരു പരിധിവരെ യന്ത്രങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ പാലക്കാട്, കുട്ടനാട് ഭാഗങ്ങളിൽ ലാഭകരമായിട്ട് നെൽകൃഷി കൊണ്ടുപോകുന്നുണ്ട്. ബാക്കിയുള്ള കൃഷി ഒരു പരിധിവരെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ മറ്റു സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ പെരനിയൽ ക്രോപ്സാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. തെങ്ങ്, കവുങ്ങ്, കുരുമുളക് മുതലായിട്ടുള്ള ദീർഘകാല വിളകളാണ്. ആ ദീർഘകാല വിളകളിൽ നല്ല ടെക്നോളജി ഉണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ഉൽപ്പാദനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ലോകത്തിൻ്റെ ആ പുരോഗതി പരിശോധിച്ചാൽ കൃഷിയിൽ നിന്നും ആൾക്കാർ കുറഞ്ഞിട്ട് മറ്റ് സെക്ടറിലേക്ക് കൂടി പോകുന്ന കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതങ്ങനെയാണ്. അതിൽ നമ്മളിത് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തണം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ നെൽകൃഷിയിൽ നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറയും, അവർക്ക് കൂടുതൽ ലാഭം ഉണ്ടാവും, അപ്പോൾ കൃഷി മുമ്പോട്ട് പോകും. അങ്ങനെയാണ് ചരിത്രം കാണിക്കുന്നത്. വരും നാളുകളിൽ ഭക്ഷ്യലഭ്യത, അതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി ആന്ധ്രാപ്രദേശിൽ നിന്നായാലും വരും അങ്ങനെ ചൊല്ലുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ പർച്ചേസിങ് പവർ, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, സമ്പത്തുണ്ടെങ്കിൽ നമുക്ക് എവിടുന്ന് വേണമെങ്കിലും അരി മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ ലഭ്യതയെ കുറിച്ചൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഗവേഷണ, വികസന, വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളുടെ നെറ്റ്വർക്ക് അത്രയ്ക്ക് സ്ട്രോങ് ആണ്. ഇന്ത്യയിലുള്ള NARS എന്ന് പറയും, നാഷണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സിസ്റ്റം, ലോകത്തിലെ മൂന്നാമത്തേതാണ്. അത്ര വലിയൊരു സിസ്റ്റം നമുക്കുണ്ട്. അതുകൊണ്ട് അത്ര അതിൽ ഭയമൊന്നും വേണമെന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. FCI ഗോഡൗണുകളിൽ എങ്ങനെയാണ് ധാന്യങ്ങൾ സൂക്ഷിക്കുന്നത്? അരിയും ഗോതമ്പും വർഷങ്ങളോളം കേടാകാതെ സൂക്ഷിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് വളരെ വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് ചെറുപയർ വാങ്ങിച്ചു കൊണ്ടിരുന്നു, ഈ മഴക്കാലത്ത് പ്രത്യേകിച്ചും. ഒരു മാസം വെക്കുമ്പോഴേക്കും അതെല്ലാം കുത്തി തീരുന്നു അല്ലേ? ചെറുപയർ മുഴുവൻ കുത്തിയിട്ട് നമ്മളത് എടുത്ത് കളയുന്നു. ഒരു മാസം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ആ ചെറുപയറിൽ കുത്തനൊന്നും ഇല്ലതാണ്. പക്ഷേ വാങ്ങിച്ചിട്ട് ഒരു മാസം, 1.5 മാസം വെക്കുമ്പോഴേക്ക് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല, കളയേണ്ടി വരുന്നു. പക്ഷേ FCI ഗോഡൗണിൽ സൂക്ഷിച്ചിരിക്കുന്നത് 3 കൊല്ലം മുമ്പേ മധ്യപ്രദേശിലോ മഹാരാഷ്ട്രയിലോ ഉണ്ടാക്കിയിട്ടുള്ള ചെറുപയർ 3 കൊല്ലം ഗോഡൗണിൽ സൂക്ഷിച്ചിട്ടാണ് ഈ കടകളിലേക്ക് എത്തുന്നത്. എങ്ങനെ അവർ സൂക്ഷിക്കുന്നു? അത് ചെറുപയറായിക്കോട്ടെ, അരി ആയിക്കോട്ടെ, നെല്ലായിക്കോട്ടെ, മറ്റു ധാന്യങ്ങളായിക്കോട്ടെ, എങ്ങനെയാണ് സൂക്ഷിക്കാൻ കഴിയും? എന്താണ് അതിനുള്ള ടെക്നോളജി എന്നുള്ളതാണ്. കാരണം അത് നമ്മുടെ വീട്ടിലെത്തുമ്പോൾ അതിൽ അവശിഷ്ട വീര്യമില്ല എന്ന് ഉറപ്പല്ലേ? അതുകൊണ്ടാണല്ലോ അതിൽ കീടം വന്ന് കുത്തുന്നത് അല്ലേ? അതിലത് ഇത് വന്ന് കുത്തുന്നത്. അപ്പോൾ അതിൽ ഒട്ടും തന്നെ കീടനാശിനി ബാക്കിയില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് 3 കൊല്ലം കീടനാശിനിയുടെ അവശിഷ്ട വീര്യം ഇല്ലാതെ സൂക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അതിന് കീടനാശിനികൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഗ്യാഷ്യസ് ഫോമിലുള്ള കീടനാശിനികളുണ്ട്. മീഥൈൽ ബ്രോമൈഡ്, കാർബൺ ടെട്രാക്ലോറൈഡ്, അങ്ങനെയുള്ള ഗ്യാസിൻ്റെ ഫോമിലുള്ള കീടനാശിനികൾ വലിയ അറകളിൽ ഈ ധാന്യങ്ങൾ വെച്ചിട്ട് അതിൻ്റെയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കൂടാണ്ട് അലുമിനിയം ഫോസ്ഫൈഡ് ഉപയോഗിക്കുന്നുണ്ട്. ചാക്കുകൾ അട്ടിയായിട്ട് ഒരു ബ്ലോക്കായിട്ട് വെക്കും ഈ ധാന്യങ്ങൾ അടങ്ങിയ ഇത്. എന്നിട്ട് അതിൽ
പിന്നെ അലുമിനിയം ഫോസ്ഫൈഡിൻ്റെ ടാബ്ലറ്റ് ഉണ്ടാവും. ടാബ്ലറ്റ് അതിൽ വെച്ചിട്ട് ഒരു പോളിത്തീൻ ഷീറ്റിനെ കൊണ്ട് മൊത്തമായിട്ട് മൂടും. എന്നിട്ട് സൈഡിൽ മുഴുവൻ പൂഴിൻ്റെ ബാഗ് വെക്കും, ആ ഗ്യാസ് ഒട്ടും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒരാഴ്ച വെച്ച് കഴിയുമ്പോഴേക്കും അലുമിനിയം ഫോസ്ഫൈഡിൽ നിന്ന് ഫോസ്ഫീൻ ഗ്യാസ് പുറത്തേക്ക് വരും. ഡെഡ്ലി ആയിട്ടുള്ള ഗ്യാസാണ്. ആ ഗ്യാസ് ഈ അരിച്ചാക്കിൻ്റെ അകത്തേക്ക് കയറിയിട്ട് അതിലുള്ള കീടങ്ങളെ മുഴുവൻ കൊന്നുകളയും. അത് എടുത്തിട്ട് ഒരാഴ്ച വെക്കുമ്പോഴേക്കും അതിൽ അല്പെങ്കിലും അലുമിനിയം ഫോസ്ഫൈഡ് ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം എവാപ്പറേറ്റ് ചെയ്ത് പോയിക്കോളും, എവിടെയും ബാക്കി ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഗ്യാഷ്യസ് ഫോമിലുള്ള കീടനാശിനികൾ ഉപയോഗിക്കുന്നു. അതിന് പ്രത്യേകമായിട്ടുള്ള സൗകര്യങ്ങൾ വേണം, എല്ലാ ഗോഡൗണിലും അത് ഉണ്ടാവില്ല. അങ്ങനെ അല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ മാലത്തയോൺ, മനുഷ്യന് പൊതുവേ കുഴപ്പമില്ലാത്ത ഒരു കീടനാശിനിയാണ് മാലത്തയോൺ. മാലത്തയോൺ ഉപയോഗിക്കുന്നു. പിന്നെ സിന്തറ്റിക് പൈറത്രോയിഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട കീടനാശിനികൾ, നമ്മൾ വീട്ടിനകത്ത് കൊതുകിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ലിക്വിഡ് വെക്കുന്നില്ലേ, മാറ്റ് വെക്കുന്നില്ലേ, അതൊക്കെ സിന്തറ്റിക് പൈറത്രോയിഡാണ്. അത് ഒരുതരം ജമന്തിപ്പൂവുണ്ട്, ക്രൈസാന്തിമം. ആ ക്രൈസാന്തിമത്തിൻ്റെ പൂക്കളിൽ നിന്നെടുക്കുന്ന ഒരു കീടനാശിനിയാണ് പൈറത്രോയിഡ് എന്ന് പറയുന്നത്. അതിൻ്റെ സിന്തറ്റിക് വേർഷൻസ്, അതായത് ഈ പൂക്കളിൽ നിന്നെടുക്കുന്ന കീടനാശിനിക്ക് വിഷം കൂടുതലും മനുഷ്യനുണ്ടാക്കുന്ന അതിൻ്റെ സിന്തറ്റിക് വേർഷൻസിന് വിഷം കുറവുമാണ്. അത് കുറവാണ്. കാരണം നമുക്കറിയാം, ഒരു NH2 ഇവിടെ വന്നാൽ വിഷം കൂടി, ഒരു NH2 ഇവിടെ വന്നാൽ വിഷം കുറഞ്ഞു എന്നൊക്കെയുള്ള ഓരോന്നിൻ്റെയും മൊയിറ്റി എങ്ങനെയാണ്, സ്ട്രക്ചർ ഫങ്ഷൻ ആക്ടിവിറ്റി എന്നാണ് അതിന് പറയുക കെമിസ്ട്രിയിൽ. അതൊക്കെ നമുക്കിന്ന് അറിയുന്നത് കൊണ്ട് കുറഞ്ഞ വിഷമുള്ള മനുഷ്യനെ ബാധിക്കാത്ത കീടനാശിനികൾ ഉണ്ടാക്കി, അത് സിന്തറ്റിക് പൈറത്രോയിഡ് ഗ്രൂപ്പിൽപ്പെട്ടത് അതാണ്. അതിനെ കൊണ്ടാണ് മറ്റ് ഗോഡൗണുകളിൽ ഇതിനെ സംരക്ഷിക്കുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിൽ വരുന്ന ലക്ഷ്മണരേഖയില്ലേ, ഉറുമ്പ് വരുന്നു, ഇപ്പം വർഷകാലം വരല്ല ഉറുമ്പ് വരുന്നുണ്ടാവും, നമ്മൾ ലക്ഷ്മണരേഖ വരക്കും. അത് സൈപ്പർമെത്രിനാണ്, ഈ സിന്തറ്റിക് പൈറത്രോയിഡ് ഗ്രൂപ്പിൽപ്പെട്ടതാണ്. കൊതുക് നാശിനികൾ അതെല്ലാം സിന്തറ്റിക് പൈറത്രോയിഡ് ഗ്രൂപ്പിൽപ്പെട്ടതാണ്. നമ്മുടെ ഹിറ്റൊക്കെ ഇല്ലേ, ഹിറ്റിലും പിന്നെ സിന്തറ്റിക് പൈറത്രോയിഡ് ഗ്രൂപ്പിൽപ്പെട്ട കീടനാശിനികളുണ്ട്, അതാണ് ഉപയോഗിക്കുന്നത്. അത് മനുഷ്യന് സേഫ്റ്റി മാർജിൻ വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾക്കതിനെ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ വിഘടിച്ചിട്ട് അതിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. ഈ നമ്മൾ വിചാരിക്കുന്ന മാതിരി പിന്നെ തുമ്മിയാത്തരിക്കുന്ന മൂക്കൊന്നും അല്ല കേട്ടോ ജീവൻ എന്ന് പറയുന്നത്. പലർക്കും അങ്ങനെ ഒരു ധാരണയുണ്ട്, ഒരു കീടനാശിനി അപ്പുറത്തെ കൂടെ പോയി കഴിഞ്ഞാൽ എല്ലാം വരുന്ന തലമുറക്ക് മുഴുവൻ മാരക രോഗങ്ങൾ ബാധിച്ച് പോകുന്ന, അങ്ങനെ തുമ്മിയാത്തരിക്കുന്ന മൂക്കൊന്നും അല്ല ജീവൻ എന്ന് പറയുന്നത്. 390 കോടി വർഷങ്ങളിലൂടെ കടന്നു വന്ന് അല്ലേ, എത്രയോ വംശഹത്യകൾ, പതനങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ച് ആദ്യകാല പിന്നെ ഭൂമിയുടെ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ അതിമാരകമായിട്ടുള്ള റേഡിയേഷൻസ്, പിന്നെ ശക്തമായിട്ടുള്ള വിഷവീര്യമുള്ള സൂപ്പൊക്കെ ആയിരുന്നു അന്ന് കടൽ. ആ സ്ഥലങ്ങളിലാണ് ജീവൻ വേരുപിടിച്ച് വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. ആഴ്സനിക് എന്ന് കേട്ടിട്ടില്ലേ? ആഴ്സനിക് എന്താ? വിഷങ്ങളുടെ രാജാവ്, കിങ് ഓഫ് പോയ്സൺ ആണ് ആഴ്സനിക് എന്ന് പറയുന്നത്. ഈ ആഴ്സനിക്കിൽ ജീവിക്കുന്ന ബാക്ടീരിയ ഉണ്ട്, ആഴ്സനിക്കിന്റെ ഓക്സൈഡിൽ ജീവിക്കുന്ന, അതിൽ നിന്നാണ് അതിന്റെ ഊർജം അത് ശേഖരിക്കുന്നത്. അപ്പൊ ഈ ജീവൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പേടിച്ചിതാക്കി പോകുന്ന സാധനമൊന്നുമല്ല. അത് നമ്മൾക്കും ഭയങ്കരമായിട്ടുള്ള പ്രൊട്ടക്ഷൻ, കാരണം ഈ സൂക്ഷ്മജീവികളിൽ നിന്നും ബാക്കിയുള്ള ജീവികളിലേക്ക് കൂടി ആണല്ലോ നമ്മളും പരിണമിച്ചുണ്ടായത്. അതുകൊണ്ട് നമ്മൾക്കും ഒക്കെ ഈ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് ഈ കീടനാശിനികൾ എങ്കിലും ഉപയോഗിക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കണം. കാരണം ജാഗ്രത എപ്പോഴും വേണം. പേടി വേണ്ട, ജാഗ്രത മതി നമ്മൾ കോവിഡ് കാലത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അതേമാതിരി തന്നെ കീടനാശിനികളൊക്കെ ഉപയോഗിക്കുമ്പോഴും ജാഗ്രത വേണം. പ്രത്യേകിച്ച് മാസ്ക് ഉപയോഗിക്കണം. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലങ്സിലേക്കൂടെ കയറിക്കഴിഞ്ഞാൽ നേരെ എവിടത്തേക്ക് എത്തി, മൂക്കിലേക്കൂടെ കയറി ലങ്സിലേക്ക് എത്തി, ലങ്സിൽ നിന്ന് നേരെ പോകുന്നത് രക്തത്തിലേക്കാണ്. രക്തത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് ഓർഗൻസിൻ്റെ അടുക്ക പോയിട്ട് ഓർഗൻ ഫെയിലിയറൊക്കെ വരാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് പിന്നെ നമ്മുടെ ഈ ടോട്ടൽ നമ്മുടെ ഈ സ്കിന്നിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് ഒരു 1.5 സ്ക്വയർ മീറ്റർ. നമ്മുടെ മൊത്തം ശരീരത്തിൻ്റെ വിസ്തീർണം 1.5 സ്ക്വയർ മീറ്ററേ വരൂ. നമ്മുടെ ലങ്സിൻ്റെ വിസ്തീർണോ, ലങ്സിലുള്ള പാളികളുടെ നേർത്ത പാളികളുടെ വിസ്തീർണം 7.5 സ്ക്വയർ മീറ്റർ വരും. ആലോചിച്ച് നോക്കണം. അപ്പോൾ ഒരുപാട് വലിച്ചെടുക്കപ്പെടാനുള്ള സാധ്യത ലങ്സിലെ കൂടിയുണ്ട്. അതുകൊണ്ട് കീടനാശിനികൾ തളിക്കുമ്പോഴും വീട്ടിനകത്തായാലും ഒരു മാസ്ക് ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലതാണ്. സ്കിന്നിലേക്കൂടെ അധികമൊന്നും കയറില്ല. പക്ഷെ കുടിച്ചു കഴിഞ്ഞാലോ അതും പേടിക്കണ്ട. കാരണം ലിവർ ഉണ്ടല്ലോ, അവിടെ ലിവറിൽ 3 ലക്ഷം രാസാഗ്നികളുണ്ട്. അവരിൽ പലതും ഇതുമാതിരിയുള്ള വിഷങ്ങളെ വിഘടിക്കാൻ പ്രത്യേകം തയ്യാർ ചെയ്തിട്ടുള്ളതാണ്.
ഇതിനൊക്കെ വിഘടിച്ച് വിസർജിക്കാനുള്ള കഴിവ് ലിവറിലുള്ള രാസാഗ്നികൾക്കുണ്ട്. അതുകൊണ്ട് അതൊന്നും പേടിക്കേണ്ട. പക്ഷേ ഈ ശ്വസിക്ക് പോകുന്നത് സൂക്ഷിക്കേണ്ടതാണ്. അതാണ് ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ വന്യമൃഗങ്ങളെ ശാസ്ത്രീയമായി നേരിടാൻ മാർഗങ്ങളുണ്ടോ? ജനകശാസ്ത്രം ഭാവിയിൽ ഇക്കാര്യത്തിൽ എന്തെങ്കിലും സംഭാവന ചെയ്യുമോ? ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. വന്യമൃഗങ്ങളിപ്പം വലിയൊരു പ്രശ്നമാണ്. മനുഷ്യന് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റാതെയായി എന്ന് മാത്രമല്ല ജീവിക്കാൻ പറ്റാതെയായി എന്നുള്ള നിലയിലേക്കാണ് പല സ്ഥലങ്ങളിലും വന്നിട്ടുള്ളത്. രാവിലെ ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ആളെ പന്നി കുത്തി കിടപ്പിലാവുന്നു അല്ലേ? അങ്ങനെയുള്ള എത്രയോ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ശാസ്ത്രീയമായിട്ട് നേരിടാനുള്ള മാർഗങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാമൽസ് ആണ്. പന്നി മാമലാണ്, സസ്തനിയാണ്. കുരങ്ങ്, ആന ഇവരൊക്കെ സസ്തനികളാണ്. നല്ല ബ്രെയിനാണ്, നല്ല ബുദ്ധിയാണ്, എളുപ്പം പിടിക്കും കാര്യങ്ങൾ. ഈ ഇടുക്കിയിൽ കുരങ്ങിനെ നേരിടാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി കണ്ടുപിടിച്ചു. എന്താണെന്നറിയാം? റബ്ബർ പാമ്പ് ബാംഗ്ലൂരിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ചൈനയിൽ നിന്ന് ഇറക്കുമതി ഉണ്ടല്ലോ. പലതരം പത്തി വിടർത്തി നിൽക്കുന്നത് പച്ചവല പാമ്പ്, പലതരം പാമ്പുകളെ കൊണ്ടുവന്നിട്ട് അവിടെ എവിടെയായിട്ട് കെട്ടിത്തൂക്കി. ആദ്യകാലത്ത് കുരങ്ങ് വരുമ്പം ഭയങ്കര പേടി. എടാ ഇത് ഭയങ്കര പാമ്പാണല്ലോ, പാമ്പിനെ കുരങ്ങിന് പേടിയാണ്. അത് പരിണാമപരമായിട്ട് കുരങ്ങുകൾക്ക് പാമ്പിനെ പേടിയുണ്ട് എന്നുള്ള വളരെ രസകരമായിട്ടുള്ളൊരു അക്കൗണ്ട് ഉണ്ട്. നമ്മുടെ കാൾ സാഗൻ്റെ ഗാർഡൻ ഓഫ് ദ ഈഡൻ എന്നുള്ള പുസ്തകത്തിൽ രസകരമായിട്ടുള്ളൊരു ഇത് പറയുന്നുണ്ട്. സമയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിമ്പാൻസി കുഞ്ഞുങ്ങൾ അവർ പാമ്പിനെ കണ്ടിട്ടേ ഇല്ല. മൃഗശാലയിൽ ജനിച്ചു വളർന്ന ചിമ്പാൻസി കുഞ്ഞുങ്ങൾ അവരെ ഹാളിൽ ഇരുത്തിയിട്ട് അവൻ്റെ കക്ഷത്തിലും പല സ്ഥലങ്ങളിൽ ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ചു. അപ്പോൾ അവൻ്റെ സ്വെറ്റും അവൻ്റെ നാടിമിടിപ്പും ശരീരത്തിൻ്റെ ചൂടും എല്ലാം അറിയാൻ പറ്റുന്ന രീതിയിൽ എല്ലാം ശരിയാക്കിയിട്ട് വെച്ചു. എന്നിട്ട് സ്ക്രീനിൽ ചെറിയ തോതിൽ വളരെ ബ്ലേഡ് ആയിട്ടുള്ള ഒരു ഇമേജായിട്ട് പാമ്പുകൾ വരാൻ തുടങ്ങി. അപ്പോഴത്തന്നെ അതുവരെ പൂക്കളും പഴങ്ങളും ബാക്കിയുള്ളതൊക്കെ കാണിച്ചു. അപ്പോഴൊന്നും പ്രശ്നമില്ല. ഈ പാമ്പുകൾ ഇമേജ് ഈ ചിമ്പാൻസി കുഞ്ഞുങ്ങൾ പാമ്പുകളെ അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എങ്കിലും പാമ്പുകളുടെ ഇമേജ് വരാൻ തുടങ്ങിയതിനോടുകൂടി ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി, വേർപ്പ് വരാൻ തുടങ്ങി, അഡ്രിനാലിൻ കൂടാൻ തുടങ്ങി. ആകപ്പാടെ ഈ ചിമ്പാൻസി കുഞ്ഞുങ്ങൾക്ക് പേടിയായി. അപ്പോൾ ഇത് പരിണാമപരമായിട്ടുള്ളതാണ് പാമ്പുകളെ പേടി എന്ന് പറയുന്നത്. അപ്പോൾ കുരങ്ങനും പേടിയുണ്ട് പാമ്പുകളെ. പക്ഷേ കുരങ്ങ് കുറച്ച് നാൾ കഴിഞ്ഞ് നോക്കും പച്ചവലപ്പാമ്പ് പഴയ സ്ഥലത്ത് തന്നെ കിടപ്പുണ്ട്, മൂർഖനൊക്കെ കിടപ്പുണ്ട്. അവൻ സ്ഥിരമായിട്ട് വന്ന് നോക്കിയിട്ട് പിന്നെ അടുത്തടുത്ത് വരാൻ തുടങ്ങി, തട്ടി നോക്കാൻ തുടങ്ങി. പിന്നെ പാമ്പിനെ പേടിയില്ല. അപ്പോൾ കുറച്ച് വളരെ എളുപ്പം ഈ മാമൽസ് ഹാബിച്വേറ്റ് ചെയ്യും. പിന്നെ പേടി അവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് അത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾക്ക് എളുപ്പമൊന്നുമല്ല ഇവനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ആനയൊക്കെ കണ്ടിട്ടില്ലേ? വേലി വൈദ്യുതി വേലിയൊക്കെ ആ തൂണിന് കൃത്യമായിട്ട് കാലിനെ കൊണ്ട് ചവിട്ടി ആ വേലി അങ്ങോട്ട് ഇടിച്ച് അതിൻ്റെ മുകളിൽ മാത്രം ചവിട്ടിയിട്ട് അപ്പുറം കടന്നു പോകുന്നത് കണ്ടിട്ടില്ലേ? അവൻ നല്ല ബുദ്ധിയുള്ള ആളാണ്. അതുകൊണ്ട് എളുപ്പമൊന്നുമല്ല അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ അഭിപ്രായത്തിൽ വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്ന മാതിരി കള്ളിങ് വേണ്ടി വരും. കള്ളിങ് ചെയ്യണം. നിയന്ത്രിതമായിട്ട് കൊന്നൊടുക്കി കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ കൃഷി മുന്നോട്ട് പോവുള്ളൂ. പല സ്ഥലങ്ങളിലും മനുഷ്യ ജീവിതം വരെ മുന്നോട്ട് പോകണമെങ്കിൽ ഇതിനെ നിയന്ത്രിക്കാതെ പറ്റില്ല എന്നുള്ള സ്ഥിതിയാണ്. ഒരു കൃഷിക്കാരൻ 200 വാഴ വെച്ചു. 200 എണ്ണവും പന്നി കളഞ്ഞു. എൻ്റെ വീട്ടിൽ വെച്ച 200 എണ്ണവും പന്നി കളഞ്ഞു. എന്ത് ചെയ്യും? കൃഷിക്കാരൻ ജീവിക്കാൻ പറ്റുമോ? അവന് കൃഷിയല്ലേ അവൻ്റെ ജീവിതായോധനം എന്ന് പറയുന്നത്. ആ നിലയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴേ കുറേയൊക്കെ ടെക്നോളജികൾ വരുന്നുണ്ട്. ഇതുമാതിരി മൃഗങ്ങളെ പേടിപ്പിക്കുന്ന ചില ശബ്ദങ്ങളും വെളിച്ചമൊക്കെ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയർ അസിസ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ട്. അത് വരുമ്പോൾ ലൈറ്റ് വരും. രാത്രി നമ്മൾ കൊണ്ടുപോയി വെച്ചാൽ മതി. ലൈറ്റ് വരും. പട്ടി കുരക്കുന്ന ഒച്ച, പന്നി സിംഹം മരളുന്ന ഒച്ച ഒക്കെ അതിൽ നിന്ന് വരും. ഇടയ്ക്കിടയ്ക്ക് പടക്കം പൊട്ടിക്കുന്ന ഒച്ച, ആൾക്കാർ സംസാരിക്കുന്ന ഒച്ച, ഇതിങ്ങനെ മാറി മാറി പല പാറ്റേണുകളിലായിട്ട് വന്നു കഴിയുമ്പോൾ ഇവർ പേടിക്കും. പക്ഷെ കുറച്ച് നാളെ പേടിക്കുള്ളൂ. പിന്നെ അവന് അങ്ങനെ പിടികിട്ടും. അതുകൊണ്ട് പിന്നെ അപ്പോഴേക്കും പുതിയ സാധനം കൊണ്ടുവരേണ്ടി വരും. ഏറ്റവും നല്ലൊരു ടെക്നോളജി ഞാൻ കണ്ടിട്ടുള്ളത് പുലിയുടെ മൂത്രം ആണ്. ഈ പുലി ഒരു നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പന്നിയുടെ അഡ്രസ്സ് ഉണ്ടാവില്ല. ആ ഭാഗത്ത് എവിടെയും പന്നി 1-2 ആഴ്ചത്തേക്ക് പുറത്തിറങ്ങൂല. പന്നി ഭയങ്കര പേടിയാണ് പന്നിക്ക്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത് സംഗതി ഭയങ്കര ടെക്നോളജി ഉണ്ടാക്കാനുള്ള വകുപ്പുണ്ടല്ലോ. പുലിയുടെ മൂത്രം കിട്ടുമെങ്കിൽ അത് നമുക്ക് അതിൽ നിന്ന് ആ ഒരു ഘടകം, പന്നിയെ പേടിപ്പിക്കുന്ന ഘടകം വേർതിരിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തിരുവനന്തപുരം പോയി, മൃഗശാലയിൽ പോയി, ഡയറക്ടറെ കണ്ടു. പുലിമൂത്രം, പണ്ട് അയ്യപ്പൻ ചോദിച്ചത് മാതിരി പുലിമൂത്രം ചേരുമോ എന്ന് ചോദിച്ചു. തരാൻ പറ്റില്ല.
പുലിമൂത്രം തരാൻ പറ്റില്ല, അത് വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. നിങ്ങളുടെ VC വൈസ് ചാൻസലർ വഴി റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് പരിഗണിക്കാം. ഞാൻ പറഞ്ഞാൽ എനിക്ക് മൂത്രമൊന്നും വേണ്ട, ആ കൂട് കഴുകിയ വെള്ളം കിട്ടിയാൽ മതി. അതും തരാൻ പറ്റില്ല. കാരണം അവർ പറയുന്നതിലും കാര്യമുണ്ട്. കാരണം ഈ ആൺപുലിയുടെ മൂത്രത്തിലേക്ക് ചിലപ്പോൾ പെൺപുലി ആകർഷകരായിട്ട് വരും. അപ്പോൾ നമ്മളിങ്ങനെ ഡിസ്പെൻസിങ് ആയിട്ട് നാട്ടിൻപുറത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ പുലി അവിടത്തേക്ക് കൂടുതൽ വന്നാൽ അതും പ്രശ്നമായില്ലേ? അതിനേക്കാളും വലിയ പ്രശ്നമായിട്ട് ചിലപ്പോൾ വരാം. അപ്പോൾ അതൊക്കെയുള്ള ഗവേഷണങ്ങളിൽ ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ ഭാവിയിൽ ഇതുമാതിരിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ ആ വർക്ക് നടന്നില്ല. അപ്പോൾ ഇങ്ങനെ ഭാവിയിൽ ഇതുമാതിരിയുള്ള പല സാധനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു ടെക്നോളജി വരും. പിന്നെ നമ്മൾക്ക് കള്ളിങ്ങും വേണ്ടി വരും നിയന്ത്രിതമായിട്ട്. പല രാജ്യങ്ങളും, വിദേശ രാജ്യങ്ങൾ മൃഗങ്ങളെ ഇങ്ങനെ കൊന്നൊടുക്കുന്നുണ്ട്. പിന്നെ ഓസ്ട്രേലിയയിൽ കങ്കാരുവിനെ കള്ള് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ചെയ്യേണ്ടി വരും. അങ്ങനെ ആയിക്കഴിയുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്ന് വിചാരിക്കുന്നു. പിന്നെ ജനിതകശാസ്ത്രത്തിൽ ഭാവിയിൽ സംഭാവന ഉണ്ടോ എന്ന് വെച്ചാൽ സാധ്യത കുറവാണ്. നമുക്ക് പറയാൻ പറ്റില്ല. ശാസ്ത്രം ഏതൊക്കെ വഴിക്കാ പോകുന്നതെന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇന്റർനെറ്റ് ഉണ്ടാവുന്നൊക്കെ ആരെങ്കിലും വിചാരിച്ചിരുന്നോ? അല്ലേ? അതൊക്കെ എങ്ങനെ വന്നതല്ലേ? അതുമാതിരി ഏതൊക്കെ വഴിയിലേക്ക് പല പല ഉത്തരങ്ങൾ വന്നേക്കും. ശാസ്ത്രത്തിന് പിന്നെ അത് ചെയ്യാനുള്ള കെൽപ്പുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്, ചരിത്രം കാണിക്കുന്നത്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.